അമ്മേ, ഞാൻ ടൗണിൽ പോവാ. എന്തെങ്കിലും വേണോ? ആടാ, നല്ല മീൻ വല്ലതുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഏ, അപ്പോൾ രാവിലെ വാങ്ങിയ മീൻ തീർന്നോ? ആ, അതൊക്കെ എപ്പോഴേ തീർന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, ചേട്ടനും ഇല്ല ഇവിടെ. ഓ, അത് ശരിയാണല്ലോ, ഞാനത് മറന്നു. അല്ല, ചേട്ടൻ എവിടെ? എഴുന്നേറ്റില്ലേ? ഇല്ല, അവൻ ഉറക്കാൻ തോന്നുന്നു. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാം. ചേട്ടൻ ബൈക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞേക്ക്. ആ, വേഗമിങ്ങ് പോര്, എനിക്കിനി വയ്യ. അതും പറഞ്ഞ് അവനോട് തല്ലു പിടിക്കാൻ. എൻ്റെ പേര് രഞ്ജിത്ത്, മലപ്പുറത്താണ് വീട്. എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറത്തിൻ്റെ ഒരു കോണിൽ. സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം. ഇത് നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കേട്ടു നോക്ക്. ഇത് പലരുടെയും ജീവിതത്തിലൂടെ തെന്നി മാറിപ്പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സംഭവമാണ്. ഇപ്പോൾ എന്നെ മീൻ വാങ്ങാൻ പറഞ്ഞു വിട്ടത് എൻ്റെ അമ്മ. ആൾക്ക് അധികം പ്രായമൊന്നും ഇല്ല കേട്ടോ. വീട്ടുകാർ ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുകൊണ്ട് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്നാക്കി. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും നല്ല ആരോഗ്യമുള്ളവരാണ്. ഇനി അച്ഛൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ 6 മാസം കൂടുമ്പോൾ വരും. ആൾ കുറച്ച് കലിപ്പനാണ്, ഒരുമാതിരി കണ്ണി ചോരയില്ലാത്ത മനുഷ്യൻ. എന്ന് നാട്ടിൽ വന്നാലും അമ്മയുമായി വഴക്കാണ്. അവസാനം അമ്മ തിരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാറാണ്. എനിക്കറിവ് വെച്ച കാലം മുതൽ ഞാൻ ആലോചിക്കുന്നതാ, ഇതിനിടയ്ക്ക് എങ്ങനെയാ ഞങ്ങൾ ഉണ്ടായതെന്ന്. ആരും ചിരിക്കല്ലേ. പലതവണ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയിട്ട് ഇയാൾക്കൊന്ന് സ്നേഹിച്ചൂടെ എന്ന്. അതിൻ്റെ മെയിൻ കാരണം തന്നെ അവരുടെ നിറമാണ്. അച്ഛൻ കുറച്ച് കറുത്തിട്ടാണെങ്കിലും അമ്മ നല്ല വെളുത്ത് സുന്ദരിയാ. അമ്മയുടെ കളറാണ് എൻ്റെ ചേട്ടനും അനിയത്തിക്കും കിട്ടിയത്. എനിക്കാണെങ്കിൽ അച്ഛൻ്റെയും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല കേട്ടോ. പിന്നെ തടി, അത് പിന്നെ അമ്മയ്ക്കും അച്ഛനുമുണ്ട്, കുറച്ചൊക്കെ ചേട്ടനും. ചേട്ടൻ്റെ പേര് അതുൽ. +2 കഴിഞ്ഞ് കുരുത്തം കെട്ട് നടന്നപ്പോൾ അച്ഛൻ പിടിച്ച് ഗൾഫിലേക്ക് കയറ്റി. ആളൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത ഒരു കളിക്കാരൻ. രാത്രി 12 മണിക്ക് ശേഷം അവൻ വീട്ടിൽ വന്നാൽ അമ്മ അവനെ വീട്ടിൽ കയറ്റില്ല. എന്നിട്ട് അമ്മ കാണാതെ ഞാനാ അവന് കതക് തുറന്ന് കൊടുക്കാറ്. ഭാവിയിലെ പ്ലെയർ അല്ലേ, ഇനി ഞാനായിട്ട് മുളയിൽ നുള്ളി കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ. പക്ഷേ അത് അച്ഛൻ നുള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഗൾഫിൽ നുള്ളിക്കൊണ്ടിരിക്കുക. ഇന്നലെയാ നാട്ടിലെത്തിയത്, 1 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം. അവിടെ ഉറങ്ങാൻ പറ്റാത്ത ഉറക്കമെല്ലാം എവിടെ ഉറങ്ങി തീർക്കുക പാവം. ഈ വരവിൽ കെട്ടിയിട്ട് പോകുമെന്ന ശബ്ദമെടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും കളിക്കാനായിട്ട് മുട്ടി നിൽക്കായിരിക്കുമെന്ന്. എനിക്കല്ലേ അറിയൂ, അവൻ്റെ കളിയൊക്കെ പണ്ടേ കഴിഞ്ഞതാണെന്ന്. അതൊക്കെ ഞാൻ പറയാം, ഇത് എൻ്റെ കഥയല്ലേ. തൽക്കാലം അവനവിടെ നിൽക്കട്ടെ. ഇനി അനിയത്തി കൂടി ഒന്ന് പരിചയപ്പെടുത്താം. വീണ, അതാണ് അവളുടെ പേര്. ഞാനും ചേട്ടനും വീണു എന്നാണ് അവളെ കളിയാക്കി വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് കലി കയറും. ചെറുപ്പത്തിൽ ബാത്റൂമിലൊന്ന് വീണ് കൈ ഒടിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ചേട്ടൻ അവൾക്ക് ആ പേര് സമ്മാനിച്ചത്. ആളിപ്പോൾ +2 പഠിക്കുന്നു. ഈ 5 പേരടങ്ങുന്ന ചെറിയ കുടുംബമാണ് എൻ്റേത്. തറവാട് വീട്ടിൽ ചില പ്രശ്നങ്ങൾ കാരണം അച്ഛൻ ലോണും മറ്റും എടുത്ത് ഉണ്ടാക്കിയ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അച്ഛന് 3 അനിയന്മാരാണുള്ളത്. എല്ലാവർക്കും പെണ്ണ് കെട്ടിച്ചു കൊടുത്തതും അച്ഛൻ തന്നെയാണ്. പക്ഷെ അവസാനം അച്ഛൻ പുറത്ത്. മൂത്ത മകനാകുമ്പോൾ എന്തായാലും പുറത്താകുമല്ലോ. പക്ഷേ പുറത്തായത് കുറച്ച് നേരത്തെയായിരുന്നു. അതിനുള്ള മെയിൻ കാരണക്കാരിയ ഈ കഥയിലെ നായിക. പേര് ബിന്ദു. കുത്തിത്തിരിപ്പിൻ്റെ ഒരടാറ് വേഷം. ബിന്ദു ആൻറ്റി വന്നതിന് ശേഷം തറവാട് ചിഹ്നം ഭിന്നമായത്. അച്ഛൻ്റെ നേരെ അനിയൻ രമേശേട്ടൻ്റെ ഭാര്യയാണ് ഈ ബിന്ദു. അച്ഛൻ വീടെടുത്ത് മാറിയതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രമേശേട്ടനും വീടെടുത്ത് മാറി താമസം തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പേരുണ്ടായപ്പോൾ അവർക്ക് 2 പേര്. ലീന +2 പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ മിഥുൻ,
5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമൻ കുറച്ച് വൈകിയാണ് ഉണ്ടായത്. എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ ഇതുവരെ എൻ്റെ അമ്മയും ബിന്ദു ആൻറ്റിയും മിണ്ടുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. അന്ന് തറവാട്ടിൽ അമ്മയും ആൻറ്റിയും നടന്ന ചില കലഹങ്ങളാണ് എല്ലാത്തിനും കാരണം. അമ്മയ്ക്ക് അങ്ങോട്ട് ശത്രുത, അവർക്ക് ഇങ്ങോട്ടും. ഇതിനിടയിൽ ഞങ്ങൾ മക്കൾ അതറിയാതെ പിന്തുടർന്നു. മുഖത്തോട് മുഖം കണ്ടാൽ ആരും മിണ്ടില്ല, ഒഴിഞ്ഞു മാറും. അങ്ങനെയിരിക്കെ ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു കല്യാണം. ഞാനും അമ്മയും അനിയത്തിയുമാണ് പോയത്. ചേട്ടനും അച്ഛനും ആ സമയം ഗൾഫിലായിരുന്നു. ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് പോയത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ബിന്ദു ആൻറ്റിയും മകളും കല്യാണ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. കണ്ടാൽ കീരിയും പാമ്പുമായതുകൊണ്ട് ഞാനും അമ്മയും ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ നടന്നു നീങ്ങി. പുറകിൽ വന്ന അനിയത്തി ആൻറ്റിയുടെ മകൾ, അതായത് ലീനയോട് ചിരിക്കുന്നു. ലീനയും തിരിച്ചു ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട ഞാൻ ആൻറ്റിയെ ഒന്ന് നോക്കി. ആൻറ്റി എന്നെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. ഞാനും ആ സമയം അറിഞ്ഞോ അറിയാതെയോ ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും കല്യാണ വീട്ടിലെ അമ്മുമ്മ ഓടി വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. എന്താ ഇത്ര വൈകിയേ? ഒന്ന് നേരത്തെ ഇറങ്ങിക്കൂടെ? അതായിരുന്നു അമ്മുമ്മയുടെ ചോദ്യം. അത് ഇറങ്ങാൻ നേരം വണ്ടി കിട്ടിയില്ല. വരാമെന്ന് പറഞ്ഞ ഓട്ടോക്കാരൻ വന്നില്ല. പിന്നെ കിട്ടിയ ഓട്ടോയിൽ കയറി വന്നതാ, അമ്മ ആ അമ്മുമ്മയോട് പറഞ്ഞു. എന്നാ ഇനി ഇവിടെ നിന്ന് ബാക്കി സമയം കൂടി കളയണ്ട, വാ വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മുമ്മ അതും പറഞ്ഞ് അമ്മയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. എന്നാലും ആൻറ്റി എന്നെ എന്തിനായിരിക്കും നോക്കി ചിരിച്ചത്? ഇത്രയും കാലമായിട്ടും ഒന്ന് മുഖത്തേക്ക് പോലും നോക്കാത്ത ആൻറ്റി ചിരിച്ചത് കണ്ടപ്പോൾ എനിക്കെന്തോ തോന്നി. സത്യം പറഞ്ഞാൽ ആളൊരു പ്രശ്നക്കാരിയാണെങ്കിലും ഒരു യമണ്ടൻ സാധനമാണ്. ഇത്രയും കാലത്തിനിടക്ക് ആ മുഴു രൂപം എൻ്റെ കണ്ണിൽ പതിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദിവസമാണ് ഞാൻ കണ്ടത് എൻ്റെ ആ ജന്മശത്രുവിന് ഇത്രയും ഭംഗിയുള്ള കാര്യം. പന്തലിലേക്ക് കയറിയ ഞാൻ മറ്റാരെയോ തിരിയുന്ന പോലെ ആളെ തിരിഞ്ഞു നോക്കി. കല്യാണത്തിന് വന്ന വേറെ ഏതോ ബന്ധുവുമായി ആൾ സംസാരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഊർജം നൽകി അവരെ നോക്കി നിന്നു. എൻ്റെ ആ ഊർജം പതിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ആ സംസാരത്തിനിടയിൽ ചെറിയമ്മ എന്നെ ഒന്ന് നോക്കി, അതായത് ബിന്ദു ആൻറ്റി. ഡാ എന്താടാ ഒരു ചുറ്റിക്കളി, വാ കഴിച്ചിട്ട് വരാം. അമ്മ പുറകിൽ നിന്നും എന്നെ വിളിച്ചു പറഞ്ഞു. ആ ദാ വരുന്നു. ഞാനെന്നെ അറിയാവുന്ന ഒരാളെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാ, ഞാൻ പറഞ്ഞു. നിന്റെ നോട്ടം ഞാൻ കാണുന്നുണ്ട്. മര്യാദക്ക് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. ഞാൻ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അമ്മ ദേഷ്യമുഖത്തോടെ പറഞ്ഞു. കൂടുതൽ വഷളാകാൻ നിൽക്കാതെ ഞാൻ അമ്മയുടെ പിറകെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. സാധാരണ ഏതൊരു ബന്ധുവീട്ടിലെ കല്യാണത്തിനും അമ്മയുടെ കൂടെ വരാത്ത ഞാൻ ഇന്ന് കുറച്ച് കിളികളെ വായി നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. പക്ഷേ ഇവിടെയുള്ള ഒറ്റ കിളികളും ചെറിയമ്മയുടെ മുകളിൽ പറന്നിട്ടില്ല. എൻ്റെ കണ്ണപ്പോഴും ആ പന്തലിനകത്ത് ചെറിയമ്മയെ തിരഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിനും എനിക്കും ചെറിയമ്മയെ കണ്ടെത്താനായില്ല. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ പോയിരുന്നു. എന്താടാ സുഖാണോ? പെട്ടെന്നായിരുന്നു ആ ചോദ്യം. ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അച്ഛൻ്റെ കൂട്ടുകാരൻ ദേവേട്ടനായിരുന്നു അത്. ആ സുഖം ചേട്ടാ, നിങ്ങൾ എപ്പോഴാ വന്നേ? ഞാൻ ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറേ നേരമായി. നിങ്ങൾ ഇറങ്ങാൻ പോവാണോ? ദേവേട്ടൻ ചോദിച്ചു. ആ അതെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മയും അനിയത്തിയും വേറെ ആരെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിരുന്നു. അല്ല, എന്താ ഇപ്പോൾ പരിപാടി? വല്ലതും പഠിക്കുന്നുണ്ടോ? ദേവേട്ടൻ ചോദിച്ചു. ഇല്ല ചേട്ടാ, ഞാൻ പഠിപ്പൊക്കെ നിർത്തി. ഇപ്പോൾ ഒരു ജോലി നോക്കുക. ഓ, നിങ്ങൾ പിന്നെ ഗൾഫുകാരാണല്ലോ, പഠിപ്പൊന്നും ആവശ്യമില്ലല്ലോ, ചേട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, അമ്മ വിളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ചുവപ്പ് ചുരിദാറിട്ട ഒരു സുന്ദരി പെൺകുട്ടി ദേവേട്ടനെ വന്ന് വിളിച്ചു. ആ ഞാൻ വരാമെന്ന് പറ അമ്മയോട്. എടി നിനക്കിവനെ അറിയില്ലേ? ദേവേട്ടൻ അവളോട് ചോദിച്ചു. അവൾ എന്നെ
നല്ലോണം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. ഡാ, നിനക്കറിയോ ഇവളെ? നീയൊന്ന് ഓർത്ത് നോക്ക്, ദേവേട്ടൻ എന്നോട് പറഞ്ഞു. ആരായാലും ദേവേട്ടൻ്റെ മുന്നിൽ വെച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവേട്ടൻ ഈ ഓഫർ എനിക്ക് വെച്ച് നീട്ടിയത്. കിട്ടിയ ആ ചെറിയ അവസരം ഞാൻ പാഴാക്കിയില്ല. ഞാനവളെ ദേവേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ അടിമുടിയൊന്ന് നോക്കി. നമ്മുടെ തെലുങ്ക് നടി രശ്മികയെ പോലെ ഒരു കിടിലൻ കൊച്ച്. വെച്ചുകെട്ടാണോ എന്നറിയില്ല, എല്ലാം ആവശ്യത്തിൽ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താടാ, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? ദേവേട്ടൻ ചോദിച്ചു. ഇല്ല, എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു. എടാ, ഇതെൻ്റെ മോള് ലക്ഷ്മി. പണ്ട് നമ്മൾ ഒരുമിച്ചല്ലേ വീഗലാൻഡിലൊക്കെ പോയത്? ദേവേട്ടൻ പറഞ്ഞു. ഏത് ലക്ഷ്മി? 2ാം വയസ്സിൽ വീഗലാൻഡിൽ പോയ കഥയാ ഇയാളീ പറയുന്നേ. എനിക്ക് തന്നെ അമ്മ പറഞ്ഞുള്ള അറിവാ അന്ന് വീഗലാൻഡിൽ പോയെന്ന്. എന്തായാലും അറിയില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ബന്ധം ഇവിടെ വെച്ച് മുറിച്ചു കളഞ്ഞാലോ? അതുകൊണ്ട് ഞാനൊന്ന് അഭിനയിച്ചു. ഓ ലക്ഷ്മി, ഇവള് ഇത്രയും വലുതായോ? ഞാൻ ലക്ഷ്മിയെ നല്ലോണം നോക്കിയെന്ന് പറഞ്ഞു. തന്തയ്ക്ക് ബുദ്ധിയില്ലെങ്കിലും മകൾക്ക് ബുദ്ധിയുണ്ട്. എൻ്റെ നോട്ടവും അഭിനയവും കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. എനിക്കൊരു ചുക്കും മനസ്സിലായില്ലെന്ന്. അവൾ മുഖം പൊത്തി എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഒന്ന് ബാക്കിലേക്ക് നീങ്ങി. ഡി, നീ ഇവൻ്റെ നമ്പർ ഒന്ന് വാങ്ങി വെച്ചോ. ഇവനെ കൊണ്ട് ഒരാവശ്യമുണ്ട്. എൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫായി, ദേവേട്ടൻ അവളോട് പറഞ്ഞു. ഇത് കേട്ട ലക്ഷ്മി എൻ്റെ കണ്ണിലേക്ക് നോക്കി ഫോണുമായി പതിയെ മുന്നോട്ട് വന്നു. ഡാ, നിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ, എനിക്കൊരാവശ്യമുണ്ട്. ഞാൻ നിന്നെ വിളിക്കാം, ദേവേട്ടൻ എന്നോട് പറഞ്ഞു. ഹോ, ഇന്നെന്താ ഈശ്വര ഇങ്ങനെയൊക്കെ? ഒന്ന് പോയപ്പോൾ അടുത്തത് എന്ന് ഞാൻ ആരെയാണെന്നാവോ കണി കണ്ടിറങ്ങിയത്. അയാളെ തന്നെ നാളെയും കണ്ടാൽ മതിയായിരുന്നു, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഡാ പൊട്ട, നിൻ്റെ സ്വന്തം നമ്പർ പോലും നിനക്ക് കാണാതെ അറിയില്ലേ? ഇനി അതും ഓർത്തെടുക്കണോ? ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ട് ദേവേട്ടൻ കുറച്ച് കലിപ്പിലെന്ന പോലെ എന്നോട് ചോദിച്ചു. അല്ല, എനിക്കറിയാം എന്നും പറഞ്ഞ് ഞാൻ നമ്പർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അല്ല ദേവേട്ടനോ, എത്ര നാളായി കണ്ടിട്ട്? അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു. ആ ചേച്ചി, ഞാനിപ്പോൾ ചെന്നൈയിലാണ്. ഇടയ്ക്കൊന്ന് വരുമ്പോൾ ഒന്നിനും ഒരു ടൈം കിട്ടില്ല. 100 കൂട്ടം കാര്യങ്ങൾ തന്നെ ചെയ്ത് തീർക്കാനുണ്ടാവും, ദേവേട്ടൻ പറഞ്ഞു. ഓ, നീയിപ്പോൾ നമ്മളെയൊക്കെ മറന്നോ? അമ്മ ലക്ഷ്മിയെ നോക്കി ചോദിച്ചു. ഇല്ലമ്മേ, എനിക്ക് ഓർമ്മയുണ്ട്, ലക്ഷ്മി മറുപടി പറഞ്ഞു. അല്ല, അമ്മ എവിടെ പോയി? ലക്ഷ്മിയോട് അമ്മ ചോദിച്ചു. അമ്മതാ അവിടെ അച്ഛനെയും കാത്ത് നിൽക്കുന്നുണ്ട്, ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മിയുടെ അമ്മയെ കാണാൻ എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു. ഞാൻ പോയില്ല. ഞാനൊരു കോഴിയാണെന്ന് ഇനി അവർക്ക് തോന്നേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. മനസ്സിൽ പുതിയ 2 കരടുമായി ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇനി എങ്ങനെ ചെറിയമ്മയെ കാണും? ലക്ഷ്മി എൻ്റെ നമ്പറിലേക്ക് വിളിക്കുമോ? ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്ക്. എൻ്റെ വീടിൻ്റെ കുറച്ച് താഴെയായിരുന്നു ചെറിയമ്മയുടെ വീട്. ഏകദേശം ഒരു 8-10 വീടിൻ്റെ അപ്പുറം റോഡ് സൈഡിൽ തന്നെയാണ് വീട്. ഞാൻ ആ വഴിക്ക് തന്നെയാണ് എപ്പോഴും ടൗണിലേക്ക് പോകാറ്. ചെറിയമ്മയുടെ വീടെത്തുമ്പോൾ ഞാനൊന്ന് സ്ലോ ആക്കും ബൈക്ക്. എന്നിട്ട് പുറത്തെവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കും. ചില ദിവസം ഒരു മിന്നായം പോലെ കാണും, എന്നാൽ മറ്റ് ദിവസങ്ങളിൽ ആളുടെ ഒരു പൊടി പോലും കാണില്ല. എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും ചെറിയമ്മയുമായി ഒന്നടുക്കണം. ചെറിയച്ഛൻ ലീവിന് വന്നാൽ പിന്നെ എല്ലാം കുളമാകും. അങ്ങനെ ഞാൻ ആദ്യം അമ്മയിൽ നിന്നും തുടങ്ങി. അമ്മ കിച്ചണിൽ ചോറുണ്ടാക്കുന്ന സമയം നോക്കി ഞാൻ അമ്മയോട് സംസാരിക്കാനായി പോയി. അമ്മ, നമ്മുടെ ചെറിയമ്മയുടെ വീട് എവിടെയാ? നമ്മുടെ ചെറിയമ്മയോ? അതാരാ? അമ്മ കുറച്ച് ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു. അല്ലമ്മേ, ബിന്ദു ആൻറ്റി എൻ്റെ ചെറിയമ്മയല്ലേ, അതാ ഞാൻ ചോദിച്ചേ. ആര്? അവളോ?
അവൾ ചെറിയമ്മയല്ല, ചൊറിയമ്മയാ, ചൊറിയമ്മ, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലമ്മേ, സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ കണ്ട കാലം മുതൽ നിങ്ങൾ സംസാരിക്കാറില്ല. സത്യത്തിൽ എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു. അല്ല, എൻ്റെ മോനിപ്പോൾ ഇതെന്തു പറ്റി? പ്രശ്നം അന്വേഷിക്കാൻ എന്താ മോൻ്റെ ഉദ്ദേശം? അമ്മ ചോദിച്ചു. എനിക്കെന്തുദ്ദേശം? എൻ്റെ കൂട്ടുകാർ ഇടയ്ക്ക് ചോദിക്കും നിങ്ങളെന്താ മിണ്ടാത്തതെന്ന്. അതാ ഞാൻ അമ്മയോട് ചോദിച്ചത്. ഓ ആണോ? എന്നാൽ എൻ്റെ മോൻ അവരോട് പറ, നല്ല തെളിഞ്ഞ കുളത്തിൽ വന്ന് കുളം കലക്കി മീൻ പിടിച്ചവളാ അവളെന്ന്. ഏ, മീനോ? മീനല്ലടാ, കോഴി. നീ ഞാൻ പറഞ്ഞ പോലെ നിന്നോട് ചോദിച്ചവരോട് പറ, അവർക്ക് മനസ്സിലാകും. അമ്മ കുറച്ച് കലിപ്പോടെ എന്നെ നോക്കി പറഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മ ചിലപ്പോൾ ആ ചോറും കലം എൻ്റെ തലക്കിട്ടിടും. ഞാൻ പതിയെ അമ്മയുടെ അടുത്ത് നിന്നും സ്കൂട്ടായി. എന്ത് പറയാൻ, ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ലക്ഷ്മിയുടെ വിളിയുമില്ല, ചെറിയമ്മയെ പിന്നെ നല്ലതുപോലെ കാണാനും പറ്റിയില്ല. ഫുൾ കറക്കവും ഉറക്കവുമായി ഓരോ ദിവസങ്ങൾ ഞാൻ തള്ളി നീക്കി. അച്ഛനും ചേട്ടനും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ടൗണിലേക്ക് പോകുമ്പോൾ അപ്രത്യക്ഷമായി ഞാൻ ചെറിയമ്മയെ കണ്ടു. ചെറിയമ്മയും അയൽവാസിയായ ഒരു താത്തയും. എന്തോ മകൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോയിരിക്കുകയായിരുന്നു രണ്ടുപേരും. സ്കൂൾ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലായതുകൊണ്ട് രണ്ടുപേരും റോഡ് സൈഡിലൂടെ കുശലം പറഞ്ഞ് നടന്നു പോവുകയായിരുന്നു. പിറകിൽ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് ആളെ മനസ്സിലായി. എങ്ങനെ മനസ്സിലാകാതിരിക്കും? അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞതല്ലേ ആ രൂപം. ഉടച്ചെടുക്കാൻ ആളില്ലാത്തത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാ ഇപ്പോഴൊന്ന് സംസാരിക്കുക എന്ന് മാത്രമായി എൻ്റെ മനസ്സിലെ ചിന്ത. കൂടെയുള്ള ഇത്തിക്കും എന്നെ അത്ര പരിചയമില്ല. ഇനി അഥവാ കയറി മുട്ടിയാൽ നാണം കെട്ടാലോ? ഞാൻ ഭയന്നു. എന്തായാലും ഒന്നും നടക്കില്ല. ഞാൻ ആ രൂപം ഒന്നുകൂടി മനസ്സിൽ അടിയുറപ്പിച്ചു. കാരണം വീട്ടിൽ പോയിട്ട് ആവശ്യമുണ്ടേ. അങ്ങനെ എൻ്റെ ആ ശ്രമവും പരാജയപ്പെട്ടു. ശ്രമമെന്ന് പറയാൻ പറ്റില്ല, ശ്രമിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല, അതാണ് സത്യം. പിന്നെ വേറൊരുത്തിയുണ്ട്. നമ്പറും വാങ്ങിപ്പോയിട്ട് ഇതുവരെ ഒരറിവുമില്ല. എന്തിനാണെന്നാവോ നമ്പർ എഴുതിയെടുത്തത്. നേരെ തിരിച്ച് അവളുടെ നമ്പർ എൻ്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം. ആ സെക്കൻഡിൽ ഞാൻ വിളിച്ചാനേ. എന്തു പറയാൻ, യോഗമില്ല അമ്മിണി, പായ മടക്കി വെക്കാം എന്നായി എൻ്റെ അവസ്ഥ. പക്ഷേ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് തന്നെ കിട്ടുമെന്ന് തെളിയിച്ചുകൊണ്ട് എൻ്റെ അവസരം ഉടലെടുത്തു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ അമ്മ വന്ന് പറഞ്ഞു, കുറച്ച് പുളി വാങ്ങിയിട്ട് വരാൻ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ 12 ഞാൻ ബൈക്കെടുത്ത് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. ചെറിയമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് കണ്ണൊടിച്ച് നോക്കി. പക്ഷെ ആളെ അവിടെയൊന്നും കാണുന്നില്ല. ഇത് പിന്നെ ശീലമായതുകൊണ്ട് ഒട്ടും പരിഭവമില്ലാതെ ഞാൻ യാത്ര തുടർന്നു. എന്നാൽ ആ യാത്ര എനിക്ക് അധികം തുടരേണ്ടി വന്നില്ല. ദാ പോകുന്ന ചെറിയമ്മ. റോഡരികിലൂടെ സാരിയും കയ്യിൽ വലിച്ചു പിടിച്ച് വളരെ വേഗത്തിലായിരുന്നു അവരുടെ നടപ്പ്. ആ നടത്തത്തിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. വഴക്കും വക്കാലുമെല്ലാം മാറ്റിവെച്ച് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു. ചെറിയമ്മയുടെ കുറച്ച് മുന്നിലായി ഞാൻ ബൈക്ക് നിർത്തി. എന്നെ കണ്ട ചെറിയമ്മ കണ്ണിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. എന്താ ചെറിയമ്മേ, എന്താ പ്രശ്നം? എങ്ങോട്ടാ ഇങ്ങനെ ഓടുന്നത്? ഞാൻ ചോദിച്ചു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ ചെറിയമ്മ പറഞ്ഞു, ഡാ, അത് മിഥുൻ ക്ലാസ്സിൽ കൂട്ടുകാരുമായി അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ടീച്ചർ വിളിച്ചിരുന്നു. എന്നോട് വേഗം സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ഞാൻ ചോദിച്ചു. അറിയില്ലടാ, എനിക്ക് പേടിയാകുന്നു. ചെറിയമ്മ പേടിക്കണ്ട, നമുക്ക് പോയി നോക്കാം, ഞാനും വരാം കൂടെ, ഞാൻ ചെറിയമ്മയോട് പറഞ്ഞു. ചെറിയമ്മ എൻ്റെ കണ്ണിൽ നോക്കി മിണ്ടാതെ നിന്നു. അങ്ങനെ ഞാൻ ചെറിയമ്മയെ ബൈക്കിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഇത്രയും കാലം സംസാരിക്കുന്നത് കൊണ്ടാണോ സ്കൂളിലെ പ്രശ്നം ഓർത്തിട്ടാണോ എന്നറിയില്ല, ചെറിയമ്മ ഒരക്ഷരം പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. നേരെ ഞങ്ങൾ മിഥുൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ് ടീച്ചർ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായി. എന്താ, എന്തു പറ്റി, മിഥുൻ എവിടെ? ചെറിയമ്മ ടീച്ചറോട് ചോദിച്ചു. അവൻ അതാ ക്ലാസ്സിലിരിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ടീച്ചർ പറഞ്ഞു. അല്ല, എന്താ ഉണ്ടായേ? എന്തിനാ അവൻ തല്ല് പിടിച്ചത്? ഞാൻ ടീച്ചറോട് ചോദിച്ചു. എന്തോ പേന പൊട്ടിച്ചെന്നാ, അപ്പോൾ മറ്റവൻ തലക്കെട്ടടിച്ചെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, അതാ ഞാൻ നിങ്ങളെ വിളിച്ചത്, ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാനും ചെറിയമ്മയും ക്ലാസ്സിൽ കയറി അവനെ കണ്ടു. കണ്ണുനീർ വാർന്ന മുഖവുമായി അവനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു, അവനെ സമാധാനപ്പെടുത്തി. അമ്മയെ കണ്ടപ്പോൾ അവൻ അമ്മയുടെ കൂടെ പോരണമെന്ന ഒറ്റ ചിന്തയായി. ഒരു വിധത്തിൽ അവനവിടെ പിടിച്ചിരുത്തി ഞങ്ങൾ പുറത്തിറങ്ങി. ദാ വരുന്നു മറ്റേ കുട്ടിയുടെ അമ്മ. അവരോടും ടീച്ചർ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. ചെറിയമ്മയും ആ ചേച്ചിയും ഓൾറെഡി അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്നും അവർ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അവിടെ പോസ്റ്റുമായി. എനിക്കവിടെ ഒരു റോളുമില്ലാത്ത അവസ്ഥയായി. എങ്ങാനും ചെറിയമ്മയോട് യാത്ര പറഞ്ഞ് പോന്നാൽ പിന്നെ ചെറിയമ്മയെ ഈ ജന്മത്തിൽ കാണാൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആ അവസരം പാഴാക്കാൻ എനിക്കൊട്ടും താല്പര്യമുണ്ടായില്ല. ഞാനവർ പറയുന്നത് കേട്ട് ചിരിച്ചും കളിച്ചും അവരുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സംസാരം അവസാനിപ്പിച്ച് ആ ചേച്ചി പോയി. കയറിക്കോ, ഞാൻ വീട്ടിലേക്കാക്കാം, ഞാൻ ചെറിയമ്മയോട് പറഞ്ഞു. വേണ്ടടാ, നീ പൊക്കോ, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം, ചെറിയമ്മ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ വീണ്ടും നിർബന്ധിച്ചു. അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെറിയമ്മ ബൈക്കിൽ വന്ന് കയറി. ആകെ 5 മിനിറ്റിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെയിറ്റ് ഇടാൻ നിന്നില്ല. ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി. ദിനേശേട്ടൻ വിളിച്ചായിരുന്നോ? ഞാൻ ചോദിച്ചു. ആ, ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു, ചെറിയമ്മ പറഞ്ഞു. എന്നും വിളിക്കാറുണ്ടോ? ഞാൻ ചോദിച്ചു. ആ, ദിവസവും വിളിക്കാറുണ്ട്, ചെറിയമ്മ പറഞ്ഞു. പെട്ടെന്നാണ് എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ബൈക്കൊന്നൊതുക്കി കോളെടുത്തു. നീ ഇത് എവിടെ പോയി കിടക്കാടാ? എത്ര നേരമായി പോയിട്ട്? അമ്മയാണ്. ആ, ഞാനിതാ വരുന്നു അമ്മേ, ബൈക്കൊന്ന് പഞ്ചറായി, അതാ വൈകിയത്, ഞാൻ അമ്മയോട് പറഞ്ഞു. ഓ അതാണോ? ഞാൻ കരുതി നീ ആ വഴി അങ്ങ് പോയെന്ന്. എന്തായാലും വേഗം കൊണ്ട് വാ, അമ്മ പറഞ്ഞു. എന്തു പറ്റി? ചെറിയമ്മ ചോദിച്ചു. ഏയ് അതൊന്നുമില്ല, എന്നെ അമ്മ പുളി വാങ്ങാൻ പറഞ്ഞു വിട്ടതാ, കാണാതായപ്പോൾ വിളിച്ചതാ. ഞാൻ അതും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. മുന്നിൽ ഒരു വലിയ കല്ല് കിടക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ബൈക്ക് ഞാൻ മുന്നോട്ടെടുത്തതും നേരെ ആ കല്ലിലൂടെ ഫ്രണ്ട് ടയർ കയറി ഇറങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ ചെറിയമ്മ എൻ്റെ ദേഹത്തേക്ക് വന്ന് വീണു. സോറി, ഒരു കല്ലിൽ അറിയാതെ ഞാൻ കണ്ടില്ല, ഞാൻ ചെറിയമ്മയോട് പറഞ്ഞു. ഏയ് അത് സാരമില്ല, ചെറിയമ്മ അത് വളരെ നിസ്സാരമായി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ചെറിയമ്മയുടെ വീടെത്തി. വാടാ, കയറിയിട്ട് പോകാം, ചെറിയമ്മ പറഞ്ഞു. വേണ്ട, ഞാൻ പോട്ടെ, അമ്മ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു. കൂടെ ഒരു അഡ്വാൻസായിട്ട് ഞാൻ ഇതും കൂടി പറഞ്ഞു, ഞാൻ പിന്നെ ഒരിക്കൽ വരാമെന്ന്. ഇങ്ങനൊരു എറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അതിന് ഖേദിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് കേട്ട ചെറിയമ്മ എൻ്റെ കണ്ണിലേക്കൊന്ന് നന്നായി നോക്കി. ജനിച്ച അന്നു മുതൽ ഒരക്ഷരം മിണ്ടാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഞാൻ പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയമ്മ ഒന്ന് പകച്ചുപോയി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ യാത്രയും പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. എന്തായാലും അന്ന് രാത്രിക്കുള്ളത് എനിക്ക് കിട്ടിയിരുന്നു. എല്ലാം ഓർത്ത് ഞാനൊന്ന് വിടുകയും ചെയ്തു. അടുത്ത അവസരത്തിനായിട്ടുള്ള എൻ്റെ കാത്തിരിപ്പ് ഞാൻ തുടർന്നു. എന്നാൽ ആ കാത്തിരിപ്പ് അധികം വൈകിയില്ല. വീണ്ടും ഒരു കല്യാണം വന്നെത്തി. അതും എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ തന്നെ.
നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി നിന്ന എന്നെ കണ്ട് അമ്മ ചോദിച്ചു, അല്ല എങ്ങോട്ടാ ഇത്ര നേരത്തെ ഒരുങ്ങി നിൽക്കുന്നത്? ഇന്നല്ലേ ഗോപീട്ടൻ്റെ മോളുടെ കല്യാണം, നമുക്ക് പോവണ്ടേ? ഞാൻ ചോദിച്ചു. അതിന് ഇത്രയും നേരത്തെ ഒരുങ്ങി നിൽക്കണോ? അല്ല അതിന് നീ വരുന്നുണ്ടോ കല്യാണത്തിന്? അമ്മ ചോദിച്ചു. അല്ല അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ വരണ്ടേ? അല്ല നീ സാധാരണ ഇങ്ങനെ വരാറില്ലല്ലോ, അതാ ചോദിച്ചത്. അമ്മ പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ വരാറുണ്ടല്ലോ. ലാസ്റ്റ് നമ്മൾ ഒരുമിച്ചല്ലേ കല്യാണത്തിന് പോയത്, അമ്മ അത് മറന്നോ? ഞാൻ അമ്മയോട് ചോദിച്ചു. അല്ല ഈയിടക്ക് തുടങ്ങിയതാണല്ലോ ഈ മാറ്റങ്ങൾ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അപ്പോൾ അങ്ങനെയായോ? ഇത്രയും കാലം കല്യാണത്തിനൊന്നും വരില്ലെന്നായിരുന്നു പ്രശ്നം, ഇപ്പോൾ വരുന്നതായോ? ഞാൻ ചോദിച്ചു. എൻ്റെ മോൻ വല്ലാണ്ടങ്ങ് മാറണ്ട, ഞാൻ കാണുന്നുണ്ട് നിൻ്റെ ചില മാറ്റങ്ങൾ. എനിക്കെന്ത് മാറ്റം? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഒന്നുമില്ല, നീ എന്തെങ്കിലും ചെയ്, അമ്മ പറഞ്ഞു. എന്താ അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്താ കാര്യം? അത് പറ. ഞാൻ പറയട്ടേടാ, അമ്മ ചോദിച്ചു. പറ അമ്മേ, എന്താ പ്രശ്നം? എന്താണെങ്കിലും പറ. എന്നാലേ ഇനി മോൻ കിടന്നുറങ്ങുമ്പോൾ കഥ അടച്ചു കിടന്നാൽ മതി, ഇനി മേലാൽ കഥക് തുറന്നിട്ട് കിടക്കരുത്, അമ്മ പറഞ്ഞു. അതിനെന്താ പ്രശ്നം? ഞാൻ സാധാരണ അങ്ങനെയാണല്ലോ കിടക്കാറ്. അതാ പറഞ്ഞത് ഇനി അങ്ങനെ കിടക്കണ്ടെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താ പ്രശ്നമെന്ന് പറ, ഞാൻ അമ്മയോട് ചോദിച്ചു. എടാ നീ ഇപ്പോൾ ചെറിയ കുട്ടിയല്ല, പോത്തുപോലെ വളർന്നു, അമ്മ പറഞ്ഞു. അതിനെന്താ? അതിനൊന്നുമില്ല, വളർന്നപ്പോൾ എല്ലാം വളർന്നു. ഒന്നെങ്കിൽ കുലച്ച് പൊങ്ങിയത് തടയാൻ വല്ലതും മുള്ളിടണം, അല്ലെങ്കിൽ ആ കഥകെങ്കിലും അടക്ക്. എൻ്റെ ദൈവമേ, അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാനാകെ പകച്ചുപോയി. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞാനാകെ ഷോക്കായി. എന്താ ഇപ്പോൾ നിൻ്റെ നാവ് ഇറങ്ങിയോ? വളമിട്ട് വലുതാക്കിയാൽ പോരാ, അത് സൂക്ഷിക്കാനും പഠിക്കണം. അതും പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് പോയി. മോശമായിപ്പോയി. അമ്മ എന്ത് വിചാരിച്ച് കാണും എന്നെപ്പറ്റി? എനിക്കോർത്തപ്പോൾ എന്തോ പോലെയായി. അല്ല ഇനി അനിയത്തിയും ഇതുപോലെ വല്ലതും കണ്ട് കാണുമോ? ഞാൻ ആകെ തളർന്നു. ഡാ ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്മയുടെ വിളി കേട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. എന്താ അമ്മയെ വിളിച്ചത്? ഞാൻ ചോദിച്ചു. നീ പോയി വീണയെ കൂട്ടിയിട്ട് വാ, അവളും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കല്യാണത്തിന്. അവളെന്തിനാ വരുന്നത്? എനിക്കൊന്നും വയ്യ അവളുടെ കോളേജ് വരെ പോയി അവളെ കൂട്ടിയിട്ട് വരാൻ. അത് പറഞ്ഞാൽ പറ്റില്ല, അവൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പോയതാ അവളും വരുമെന്ന്. ഓ എന്നാൽ പിന്നെ അവൾ എന്തിനാ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയത്? അതൊന്നും എനിക്കറിയില്ല. അവളെ കൊണ്ട് പോയില്ലെങ്കിൽ ഇന്നവൾ ഈ വീട് പൊളിക്കും. എനിക്കൊന്നും വയ്യ അവളോട് തല്ല് പിടിക്കാൻ. ശരി, ഞാൻ പൊക്കോളാം, അമ്മൊന്നും മിണ്ടാതെ നിൽക്ക്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് പുറപ്പെട്ടു. ഞാൻ കോളേജിൻ്റെ ഗേറ്റ് കടന്നതും അവളും അവളുടെ കൂട്ടുകാരികളും പുറത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടുകാരികളുടെ കൂട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. എന്നെ കണ്ടതും കൂട്ടത്തിലുണ്ടായ അലീന മുഖം പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് മറ്റുള്ളവരും ചിരിക്കാൻ ആരംഭിച്ചു. ആരാണ് ഈ ചിരിച്ച അലീന എന്നറിയാമോ? ഈ അലീന കാരണമാണ് ഞാനിന്ന് കോളേജിൽ വരാൻ മടിച്ചത്. അല്ലെങ്കിലുണ്ടല്ലോ കോളേജിൻ്റെ എന്ന് കണ്ടാലേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇവളുടെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഞാൻ കുറേ കാലം നടന്നു വളച്ചതാ ഈ അലീനയെ. പക്ഷേ ആ ഒരു ദിവസം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതായത് അവളുടെ ബർത്ത്ഡേയുടെ ദിവസം. അവൾ എന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവൾ എന്നെ നോക്കാനും ചിരിക്കാനും എല്ലാം തുടങ്ങിയിരുന്നു. എന്തായാലും ഇങ്ങനെയല്ലേ എല്ലാം തുടങ്ങുന്നതെന്ന് വെച്ച് അവളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തു കൊടുക്കുമെന്ന് ഞാൻ കുറേ തല പുണ്ണാക്കി ആലോചിച്ചു. അവസാനം ഞാൻ തീരുമാനിച്ചു ഒരു മോതിരം കൊടുക്കാമെന്ന്. സ്വർണ്ണം അല്ലട്ടോ, പേരെഴുതി കൊടുക്കുന്ന മോതിരം. 150 രൂപയായിരുന്നു അന്നതിന്. ഞാൻ പോയി
പേരെല്ലാം എഴുതി ആ മോതിരം ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കി സെറ്റാക്കി വെച്ചു. അനിയത്തി പറഞ്ഞാണ് അവളുടെ ബർത്ത്ഡേ ദിവസം ഞാൻ അറിഞ്ഞത്. അവൾ കോളേജിലേക്ക് വരുന്ന റോഡ് സൈഡിൽ ഞാനും എൻ്റെ ഫ്രണ്ട് ആദിലും ബൈക്കിൽ കാത്തു നിന്നു. ഒരു 9 മണിയായപ്പോൾ അവളും 2 കൂട്ടുകാരികളും ആ വഴിയിലൂടെ കടന്നു വന്നു. അലീനയുടെ സൗന്ദര്യത്തിൽ ഞാൻ കൂടെ ഉണ്ടായ കൂട്ടുകാരികളെ പോലും ശ്രദ്ധിച്ചില്ല. അലീനയെ മാത്രമേ എൻ്റെ കണ്ണിൽ ഞാനിന്ന് കണ്ടുള്ളൂ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റായിരുന്നുവെന്ന്. അടുത്തെത്തിയ അലീനയ്ക്ക് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഗിഫ്റ്റ് എടുത്തു കൊടുത്തു. ചെറിയ നാണത്തോടെ ചെറു പുഞ്ചിരിയിൽ അലീന ആ ഗിഫ്റ്റ് വാങ്ങി. എൻ്റെ സുന്ദരി അലീനക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞു. ഡാ ഊളെ, നിനക്കിത് തന്നെയാണോ പണി? കഴിഞ്ഞ ആഴ്ചയല്ലേടാ നീ ഇതുപോലൊരു ഗിഫ്റ്റ് എനിക്ക് തന്നത്? അല്ല, ഇതാരാ ഈ പറയുന്നത്? ഞാൻ അലീനയുടെ കൂടെയുള്ള അവളെ ഒന്ന് നോക്കി. അയ്യോ, ഇവളോ? ഇവളെന്താ ഇവിടെ? വാ അലീന, ഇവൻ ഭൂലോക കോഴിയാ. അതും പറഞ്ഞ് അവൾ അലീനയുടെ കയ്യിൽ നിന്നും ഞാൻ കൊടുത്ത ഗിഫ്റ്റ് വാങ്ങി എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കോളേജിലേക്ക് പോയി. മീര എൻ്റെ നാട്ടുകാരി, അതിലുപരി എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ. ഒരു വിധത്തിൽ വളച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോഴാണ് അലീനയെ കണ്ടുമുട്ടിയത്. ഒരു വഴിക്ക് പോവല്ലേ, 2 എണ്ണവും ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചു. എന്തായാലും എൻ്റെ നാട്ടുകാരിയായ മീര എങ്ങനെയാണ് ആ ദിവസം അലീനയുടെ കൂടെ അവളുടെ നാട്ടിൽ നിന്നും വന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മീരയുടെ അമ്മയുടെ വീട് അലീനയുടെ വീടിൻ്റെ അടുത്താണെന്ന്. എൻ്റെ കഷ്ടകാലത്തിന് മീര എന്ന് അമ്മയുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു. കോളേജിലേക്ക് വരുമ്പോൾ അവർ ഒരുമിച്ച് വന്നു. ഞാനാണെങ്കിൽ ഞാനൊരു കോഴിയല്ലെന്ന് അലീന മനസ്സിലാക്കാൻ കൂടെ വരുന്ന കൂട്ടുകാരികളുടെ മുഖത്ത് പോലും നോക്കാതെ അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കി പിടിച്ചു നിന്നു. അതാണെങ്കിൽ ഇങ്ങനൊരു പണിയുമായി. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതാണ് ആ 2 പക്ഷിയെന്നും. പക്ഷേ ആ 2 പക്ഷിയും പാറിപ്പോയി. പിന്നെ അതിനുശേഷം അനിയത്തി വീട്ടിലുണ്ടാക്കിയ പുകിലും പ്രശ്നവും ചില്ലറയല്ലായിരുന്നു. പതിയെ പതിയെ എല്ലാവരും അതങ്ങ് മറന്നു. പക്ഷേ അവർ എന്നെ കണ്ടാൽ അപ്പോൾ തുടങ്ങും കളിയാക്കി ചിരിക്കാൻ. അതാണിപ്പോൾ ഇവിടെ കാണുന്ന കൊലച്ചിരി. ഞാൻ കൂടുതൽ മുന്നോട്ട് പോവാതെ ഗേറ്റിനടുത്ത് തന്നെ നിന്ന് അനിയത്തിയോട് ചോദിച്ചു, നീ വരുന്നില്ലേ? വരുന്നുണ്ടെങ്കിൽ വേഗം വാ, എനിക്ക് വേറെ വഴിക്ക് പോകാനുണ്ട്. ഇത് കേട്ട് അവൾ പറഞ്ഞു, ദാ ഇപ്പോൾ വരാം, ഞാൻ മിസ്സിനോട് ഒന്ന് പറയട്ടെ എന്ന്. അങ്ങനെ ഞാൻ ബൈക്ക് തിരിച്ചു നിർത്തി അവളെ വെയിറ്റ് ചെയ്തു. അതിന് അധികം വൈകാതെ തന്നെ അവൾ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്കിൽ നിന്നും ഞാൻ അനിയത്തിയോട് ചോദിച്ചു, ഡി, നീ ഇതെനിക്ക് അറിഞ്ഞുകൊണ്ട് പണി തന്നതല്ലേ? അതേ മോനെ, അത് മനസ്സിലായില്ലേ? ഞാൻ കരുതി നീ ഒരു മണ്ടനായതുകൊണ്ട് നിനക്ക് മനസ്സിലായില്ലെന്ന്. എന്തിനാടി ദുഷ്ടേ നീ ഇങ്ങനൊരു പണി ഒപ്പിച്ചത്? നിനക്കിന്ന് ക്ലാസ്സിൽ പോകാതെ ഇരുന്നാൽ പോരായിരുന്നോ? അത് മോൻ, ഇന്നലെ എൻ്റെ ലിപ്സ്റ്റിക് ഒടിച്ചില്ലേ, അപ്പോൾ ആലോചിക്കണമായിരുന്നു, അവൾ പറഞ്ഞു. എടി, അതിനായിരുന്നോ? പറഞ്ഞാൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങി തരുമായിരുന്നല്ലോ. ആര്, നീയോ? കിട്ടിയത് തന്നെ, അവൾ പറഞ്ഞു. എന്തായാലും നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, നീ വീട്ടിലേക്ക് വാ, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ തല്ലുപിടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളായി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബഷീറിൻ്റെ ഓട്ടോയാണ് ഞാൻ കല്യാണത്തിന് പോകാൻ വിളിച്ചത്. ഏകദേശം ഒരു അരമണിക്കൂറാകും കല്യാണ വീട്ടിലെത്താൻ. ആദ്യം അമ്മ കയറിയിരുന്നു ഓട്ടോയിൽ, പുറകെ അനിയത്തിയും, അവസാനമായി ഞാനും. ബൈക്കിൽ നിന്നും തുടങ്ങിയ തല്ലുപിടുത്തം ഓട്ടോയിലും ഞങ്ങൾ തുടർന്നു. എന്താടാ, ഒന്ന് അടങ്ങിയിരുന്നേ, എപ്പോൾ നോക്കിയാലും 2 കീരിയും പാമ്പുമാ, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനല്ല അമ്മേ, ഇവനാ, അവൾ അമ്മയോട് പറഞ്ഞു. 2 കണക്ക, പോത്തുപോലെ വളർന്നു 2, എന്നിട്ട് ഇപ്പോഴും തല്ല് പിടിച്ച് നടക്ക, അമ്മ അവളെ ഒരു അടി അടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ അടിച്ചത് കണ്ട് ഞാൻ അവളെ കളിയാക്കി ചിരിച്ചു. ഇത് കണ്ട് അമ്മ പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്,
രാവിലെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താ അമ്മേ രാവിലെ പറഞ്ഞത്? അനിയത്തി ചോദിച്ചു. ആ, അതൊന്നുമില്ല. അവൻ്റെ വിചാരം അവനിപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ. അത് ഞാൻ മാറ്റിക്കൊടുത്തോളാം, അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ട് ഞാനൊന്ന് പകച്ചു. ഡാ, ഈ റോഡിലൂടെ പോയാൽ മതിയോ? മറ്റേ റോഡ് മോശമാ, ഫുള്ള് കട്ടറും കുഴിയും. ഓട്ടോ ഡ്രൈവർ ബഷീർ എന്നോട് ചോദിച്ചു. ആ, നിനക്ക് എളുപ്പം എങ്ങനെയാ, അങ്ങനെ പോക്കോ, ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി. ബഷീറിനെ ഓട്ടോ ക്യാഷും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ ഓട്ടോയിലെ കണ്ണാടിയിൽ നോക്കി ഞാൻ മുടിയെല്ലാം ഒതുക്കി ഞാനൊന്ന് ഒരുങ്ങി. ഡാ, നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ നടക്കുക. അവനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന പോലെയാ അവൻ്റെ വിചാരം, അമ്മ കലിപ്പിട്ട് പറഞ്ഞു. എന്തു വന്നാലും ഇന്ന് ചെറിയമ്മയെ കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും എന്ന വാശിയോടെ ഞാൻ നടന്നു. ദാ വരുന്നു നേരെ മുമ്പിലോട്ട് ഒരു കുരുപ്പ്. എടാ, എന്താടാ വിശേഷം? എവിടെയാ? നിന്നിപ്പോൾ കാണാറേ ഇല്ലല്ലോ. ഓ, എവിടെ ചെന്നാലും കാണും ഇങ്ങനെ കുറച്ച് കുരുപ്പുകൾ. മനസ്സിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. സോറി, ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. പേര് വിഷ്ണു. 5 മുതൽ 7 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെ സഹികെട്ട് അവൻ്റെ തള്ളും കേട്ട് നിൽക്കുമ്പോഴാണ് ഒരമ്മാവൻ വന്ന് കഴിക്കാൻ വിളിക്കുന്നത്. ഡാ, നീ കഴിച്ചോ? ഞാൻ അവനോട് ചോദിച്ചു. ആടാ, ഞാൻ കഴിച്ചതാ, നീ പോയി കഴിച്ചിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, അവൻ പറഞ്ഞു. ഓഫ്, ഇവൻ എന്നെയും കൊണ്ടേ പോകുള്ളെന്ന് തോന്നുന്നു എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഇല്ലടാ, കുഴപ്പമില്ല, നീ പോകണമെങ്കിൽ പൊക്കോ, ഞാൻ അവനോട് പറഞ്ഞു. ഏയ്, നീ പോയി കഴിച്ചിട്ട് വാ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, അവൻ പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഞാൻ കഴിക്കാൻ പോയി. പല മുഞ്ചുള്ള കിളികളും അടുത്തൂടെ പറന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ തിരയുന്നത് ആ പരുന്തിനെ ആയിരുന്നു. നല്ല മൂപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ പരുന്തിനെ. ആ അമ്മാവൻ്റെ വിളിയും കേട്ട് കഴിക്കാൻ ചെന്ന ഞാൻ ആകെ പോസ്റ്റായി. ഒരു സീറ്റ് പോലും കാലിയില്ല. എല്ലാത്തിലും ആളുകളിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. ഓരോരുത്തന്മാർ ഇരുന്ന് തട്ടുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ട് എൻ്റെ. ഡാ, നീ കഴിച്ചില്ലേ? ഒരു പെൺശബ്ദം എൻ്റെ പിറകിൽ നിന്നും ഉയർന്നു. ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി. ചെറിയമ്മ എൻ്റെ പിറകിൽ നിൽക്കുന്നു. എന്താടാ, നിനക്ക് സീറ്റ് കിട്ടിയില്ലേ? ചെറിയമ്മ വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാൻ മറുപടി പറഞ്ഞു. അമ്മയും അനിയത്തിയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, നീ ഒറ്റയ്ക്കാണോ വന്നത്? ചെറിയമ്മ ചോദിച്ചു. അല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ സംസാരിച്ച് നിന്നതാ, ഞാൻ ചെറിയമ്മയോട് പറഞ്ഞു. വാടാ, അവിടെ ഒരു സീറ്റുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം, ചെറിയമ്മ എന്നോട് പറഞ്ഞു. ഞാനാകെ നെട്ടി നിൽക്കുകയാണ്. കാരണം ഇത്രയും സിമ്പിളായിരുന്നോ എൻ്റെ ചെറിയമ്മ? ഇതിനെയാണോ ഞാൻ ഇത്രയും കാലം ശത്രുവായി കരുതിയത്? ഞാൻ ചെറിയമ്മയുടെ പിറകെ നടന്നു. പന്തലിൻ്റെ ഒരു കോണിൽ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളിരിക്കുന്ന ടേബിളിൽ 5-6 കുട്ടികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് ചെറിയമ്മ ചോറെല്ലാം വിളമ്പിത്തന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ആരംഭിച്ചു. ഒന്നും സംസാരിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയമ്മയോട് ഞാൻ ചോദിച്ചു. അല്ല, കുട്ടികളെ ഒന്നും കൊണ്ടുവന്നില്ലേ? ഇല്ലടാ, അവർ സ്കൂളിൽ പോയതാ, ഞാൻ ദാ ലത ചേച്ചിയുടെ കൂടെ വന്നതാ, ചെറിയമ്മ പറഞ്ഞു. ആ, ആണോ? എന്നിട്ട് ലതേച്ചി എവിടെ? ഞാൻ ചോദിച്ചു. ആ, അവൾക്ക് വേണ്ടപ്പെട്ടവരെ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയിരിക്കാം. ഞാൻ പിന്നെ അവളുടെ പിറകെ പോയില്ല, അവിടെ എവിടെയെങ്കിലും കാണും, ചെറിയമ്മ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. പല ബന്ധുക്കളും പല മൂലയിൽ നിന്നും തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. 10-20 വർഷമായിട്ട് ഞങ്ങൾ 2 കുടുംബക്കാർ മിണ്ടുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല, അതും അടുത്തടുത്തിരുന്നുകൊണ്ട്. ഈ ഒരവസരം ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ? എല്ലാ കണ്ണുകളും ഞങ്ങളിലാണ്. എന്തിനു പറയുന്നു, മുട്ടിൽ നിന്നും വിരിയാത്ത കുട്ടികൾ പോലും ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താടാ, കഴിക്ക്. എന്താ നീ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുന്നേ? ഞാൻ ഇട്ടു തരണോ? ചെറിയമ്മ എന്നോട് ചോദിച്ചു.
വേണ്ട, ഞാൻ കഴിച്ചോളാം, ചെറിയമ്മ കഴിക്ക്, ഞാൻ പറഞ്ഞു. ആ, ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്, നിന്നെപ്പോലെയല്ല, ചെറിയമ്മ പറഞ്ഞു. അത് കണ്ടാലും പറയും, കഴിക്കുന്നതൊക്കെ എവിടെയും പോയിട്ടില്ല. ഞാൻ ചെറിയമ്മയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ അത്രയ്ക്കും തടിയുണ്ടോ? ചെറിയമ്മ നിരാശയോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ മാത്രം ഞാനൊന്ന് തട്ടിവിട്ടു. ഏ, അതേതാടാ അങ്ങനൊരു സ്ഥലം? എനിക്കറിയാൻ പാടില്ലല്ലോ, ചെറിയമ്മ പറഞ്ഞു. അത് ചെറിയമ്മ ഇന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയിലൊന്ന് നോക്ക്, അപ്പോൾ മനസ്സിലാകും, ഞാൻ പറഞ്ഞു. അത് പറ്റില്ല, നീ പറ, ചെറിയമ്മ എന്നെ നിർബന്ധിച്ചു. അല്ല, നിങ്ങളിപ്പോൾ ഒന്നായോ? വെള്ളം കൊണ്ടുവന്ന അഖിലേട്ടൻ്റെ ചോദ്യമായിരുന്നു അത്. അതിപ്പോൾ എന്നും ഇങ്ങനെ നടന്നാൽ മതിയോ അഖിലേ? ചെറിയമ്മ അഖിലേട്ടനോട് ചോദിച്ചു. ഇതാ നല്ലത്. എത്ര കാലമെന്ന് വെച്ചാൽ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നേ? അല്ല, ബാക്കി മെമ്പേഴ്സെല്ലാം എവിടെ? അഖിലേട്ടൻ ചോദിച്ചു. അവരൊക്കെ കഴിച്ചെന്നാ തോന്നുന്നത്, ഇവിടെ കാണുന്നില്ല, ഞാൻ പറഞ്ഞു. ശരി, എന്നാ നിങ്ങൾ കഴിക്ക്, ഞാനിതൊക്കെ ഒന്ന് വിളമ്പട്ടെ. അതും പറഞ്ഞ് അഖിലേട്ടൻ പോയി. ഡാ പറ, ഏതാ ആ സ്ഥലം? ചെറിയമ്മ വീണ്ടും ആ ടോപ്പിക്ക് തന്നെ എടുത്തിട്ടു. ഓഫ്, അത് വിട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതും പറഞ്ഞ് ഞാൻ നേരെ നോക്കിയത് അമ്മയുടെ മുഖത്തേക്ക്. കയ്യിൽ ഒരു കുട്ടിയെയും പിടിച്ചുകൊണ്ട് അമ്മ എന്നെ നോക്കി നിൽക്കുന്നു. ഫേസ് മുഴുവൻ ദേഷ്യം നിറഞ്ഞ് തള്ളുന്നുണ്ട്. ഇതിനിടയിൽ ചെറിയമ്മ പറഞ്ഞു. എന്തായാലും നീ എന്ത് നോക്കി വച്ചിട്ടുണ്ട് അല്ലേടാ? എൻ്റെ മറുപടി കിട്ടാതായപ്പോൾ ചെറിയമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ചെറിയമ്മയും പേടിച്ചു. അമ്മ അവിടെ തന്നെ നിന്ന് നോക്കുന്നു, ഒരു ഭാവമാറ്റവുമില്ലാതെ ദേഷ്യത്തോടെ നിൽക്കുന്നു. അയ്യോ, അമ്മ നോക്കുന്നുണ്ടല്ലോ, ചെറിയമ്മ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. എങ്ങനെ നോക്കാതിരിക്കും, ജന്മശത്രുവിൻ്റെ കൂടെയല്ലേ ഞാനീ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു. കുറച്ചു നേരം ദേഷ്യത്തോടെ നോക്കി നിന്ന അമ്മ അവിടെ നിന്നും പോയി. എന്താടാ, പണി കിട്ടിയോ? ചെറിയമ്മ ചോദിച്ചു. ചെറുതായിട്ട് ഒരു പണി കിട്ടിയെന്ന് തോന്നുന്നു. ആ, അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഉള്ളിലെ തീ അടക്കി പിടിച്ച് ഞാൻ പറഞ്ഞു. ഓ, നീ അത്രയ്ക്ക് ധൈര്യശാലിയാണോ? എന്നാ പറ, ഏത് സ്ഥലമാണെന്ന്? അയ്യോ, നിങ്ങളത് വിട്ടില്ലേ? ഇല്ല, എനിക്കതങ്ങനെ വിടാൻ പറ്റില്ല, നീ പറ. ഓക്കെ, ഞാൻ പറയാം. അത് പിറകിലും പിന്നെ മുൻപിലും, ഞാൻ പറഞ്ഞു. ഡാ കള്ള, നീയാൾ കൊള്ളാലോ. ഈ കാലത്തിനിടയ്ക്ക് ഇന്നാ നമ്മൾ ഒരുമിച്ച് കണ്ടത്. അതിനിടയ്ക്ക് നീ ഇത് എപ്പോൾ കണ്ടു? ചെറിയമ്മ ചോദിച്ചു. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലട്ടോ, ഞാൻ ആകെ ചമ്മിക്കൊണ്ട് പറഞ്ഞു. വേറെ എന്തുദ്ദേശ? പറയടാ, ചെറിയമ്മ എന്നോട് പറഞ്ഞു. അത് പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്നെ നോക്കുന്നത് ഞാൻ വീണ്ടും കണ്ടു. ഈ പ്രാവശ്യം അമ്മ മാത്രമല്ല, അനിയത്തിയും കൂടെയുണ്ട്. അമ്മ കൈകൊണ്ടും കാലുകൊണ്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. എൻ്റെ അല്ലേ അമ്മ, സംഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വേഗം എഴുന്നേറ്റ് വരാനുള്ള സിഗ്നലായിരുന്നു അത്. അനിയത്തി അപ്പുറത്ത് കണ്ണും മുഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല ബിന്ദു, ഇതിപ്പോൾ എന്താ ഞാൻ ഈ കാണുന്നത്? മിക്കവാറും ഇന്ന് കാക്ക മലന്ന് പറക്കും, ഞങ്ങളെ കണ്ട ലതേച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സൈക്കിളിൽ നിന്നും വീണ ഒരു ചിരിയും ചിരിച്ച് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ കളിയാക്കിയ ലതേച്ചി ആരാണെന്നറിയോ? പണ്ട് ഭർത്താവ് ഹോസ്പിറ്റലിലായപ്പോൾ കാറ്ററിങ്ങിൽ നിന്നും കഴിക്കേണ്ട വല്ല അസുഖവും വരും, ഞാൻ വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് കള്ളക്കാമുകനുമായി ഡെങ്കോൾഫി ആയിരുന്ന പരിപാടി. നാട്ടുകാരാണെങ്കിൽ അത് കൈയോടെ പൊക്കുകയും ചെയ്തു. ആ ആളാ ഞങ്ങളെ ഇപ്പോൾ കളിയാക്കാൻ വന്നിരിക്കുന്നേ. ഡാ, നിനക്ക് മതിയോ? ചെറിയമ്മ ചോദിച്ചു. ആ, മതി ചെറിയമ്മേ, ഇനി ചെറിയമ്മ കഴിച്ചോ, ഞാൻ പോട്ടെ, അമ്മ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഞാൻ കൈ കഴുകി അമ്മയുടെ അടുത്തേക്ക് പോയി.
എന്നെ പിടിച്ച് വിഴുങ്ങാനുള്ള ദേഷ്യത്തിൽ അമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടു. കൂടെ അനിയത്തിയും. എന്താടാ, എന്താ നീ വിചാരിച്ചത്? നീ പഴയതെല്ലാം മറന്നോ? നിനക്ക് അവിടെ ഇരിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? കൂട്ടുകൂടാൻ പോയേക്കണ്, അമ്മ പറഞ്ഞു. അത് എനിക്കിരിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോഴാ ചെറിയമ്മ വിളിച്ചത്. പിന്നെ പോയില്ലെങ്കിൽ മോശമല്ലേന്ന് കരുതി ഞാൻ പറഞ്ഞു. ഓ, അവൾ വിളിച്ചാൽ വേഗം ഓടിപ്പോകാൻ നീ ആരാ? അവളുടെ കെട്ടിയോനോ? അവൾക്കോ ഒരു നാണം ഇല്ലല്ലോ എന്നോട് മിണ്ടാതെ നിന്നോട് മിണ്ടാൻ, അമ്മ പറഞ്ഞു. ഓഫ് അമ്മേ, അതിന് ഞങ്ങളൊന്നും മിണ്ടിയില്ല. അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ, ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞു. ഓ, ഇത്രയും നേരം നീ അവളുടെ കൂടെ ഇരുന്നപ്പോൾ ആളുകളൊന്നും വിചാരിച്ച് കാണില്ല. ഇപ്പോൾ എൻ്റെ കൂടെ നിന്നപ്പോഴാ, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഫ് ഡി, നീ അമ്മയൊന്ന് കൊണ്ട് പൊക്കേ, ആളുകൾ നോക്കുന്നുണ്ട്, ഞാൻ അനിയത്തിയോട് പറഞ്ഞു. അമ്മേ, ഒന്നും മിണ്ടാതിരിക്ക്, ചേട്ടൻ പറയുന്നത് ശരിയാ, ആളുകൾ നോക്കുന്നുണ്ട്, വാ നമുക്കകത്തേക്ക് പോകാം. അമ്മയുടെ കൈയും പിടിച്ച് അവൾ അകത്തേക്ക് കൊണ്ടുപോയി. ഞാനാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയായി. അകത്തേക്ക് പോയാൽ അമ്മ, പുറത്തിറങ്ങാന്ന് വെച്ച ആ ഫ്രണ്ട് കുരിപ്പ് എന്നെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്തായാലും അമ്മ അകത്തേക്ക് പോയ സ്ഥിതിക്ക് കുറച്ചുകൂടെ ചെറിയമ്മയുമായി സംസാരിക്കാമെന്ന് വിചാരിച്ച് കൈ കഴുകാൻ പോയ ചെറിയമ്മയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. എന്താടാ, അമ്മയുടെ കയ്യിൽ നിന്നും നല്ലോണം കിട്ടിയോ നിനക്ക്? എന്നെ കണ്ടതും ചെറിയമ്മ ചോദിച്ചു. ഇല്ല, ചെറുതായിട്ടൊന്ന് കേട്ടു, ഞാൻ പറഞ്ഞു. എന്നാൽ ഇനി കൂടുതൽ കേൾക്കും. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അമ്മ കണ്ടാൽ ഇനിയും പ്രശ്നമാകും, ചെറിയമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ കണ്ടില്ലെങ്കിലോ, ഞാൻ ചെറിയമ്മയോട് ചോദിച്ചു. എൻ്റെ ചോദ്യം കേട്ട് ചെറിയമ്മ ഒരു നിമിഷം പകച്ചു നിന്നു. എന്താ ചെറിയമ്മേ ഒന്നും മിണ്ടാത്തേ? പറ, അമ്മ കാണാതെ സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ, ഞാൻ ചോദിച്ചു. ചേട്ടനെ അമ്മ വിളിക്കുന്നുണ്ട്, അനിയത്തി വന്ന് എന്നോട് പറഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ അനിയത്തിയും കൂട്ടി അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താടാ, നിനക്ക് അവളുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരാറായില്ലേ, അമ്മ ചോദിച്ചു. അത് കേട്ട് ഞാനൊന്നും മിണ്ടാൻ നിന്നില്ല. അപ്പോഴേക്കും ബന്ധുക്കളോ ആരൊക്കെയോ അമ്മയുടെ അടുത്തേക്ക് വന്നു. പിന്നെ അമ്മയുടെ സംസാരം അവരോടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്താടാ, നിനക്ക് ചെറിയമ്മയുടെ അടുത്തൊരു കറക്കം, അനിയത്തി എന്നോട് ചോദിച്ചു. എന്ത് കറക്കം? എന്നോട് നല്ലപോലെ സംസാരിച്ചു, അപ്പോൾ ഞാനും സംസാരിച്ചു, ഞാൻ അവളോട് പറഞ്ഞു. അയ്യടാ, ഞാനങ്ങ് വിശ്വസിച്ചു. നീ അത് അമ്മയോട് പറഞ്ഞാൽ മതി, എനിക്കിട്ടുണ്ടാക്കണ്ട. നീ ചെറിയമ്മയെ വളക്കാൻ നോക്കുമല്ലേടാ, അനിയത്തി ചോദിച്ചു. ഡി, നീ എന്തായി പറയുന്നേ? ഞാൻ നിൻ്റെ ആരാണെന്നാണ് നീ വിചാരിച്ചത്? ചേട്ടൻ അല്ലാതാരാ? എന്താ, എൻ്റെ ചേട്ടനാണെന്ന് നിനക്ക് സംശയമുണ്ടോടാ, അനിയത്തി പറഞ്ഞു. മതി, നീ ഓവറാകണ്ട, ഞാൻ അവളോട് പറഞ്ഞു. ഞാനല്ലല്ലോ ഓവറായത്, ചേട്ടനല്ലേ. ചെറിയച്ഛൻ നാട്ടിലില്ലാത്ത തക്കം നോക്കി ഗോളടിക്കാൻ നടക്കുകയാണല്ലേ. അവളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആകെ ഇല്ലാതായിപ്പോയി. പിടികൊടുക്കാൻ പറ്റില്ലല്ലോ, പിടിച്ചു നിൽക്കണ്ടേ, ഞാൻ അവളോട് പറഞ്ഞു. ഒന്ന് മിണ്ടിയെന്ന് കരുതി നീ എന്തൊക്കെയാടി പറഞ്ഞു പരത്തുന്നേ? എൻ്റെ പൊന്നു മോനെ, കാള വാല് പൊക്കുന്നത് കണ്ടാലേ അറിയാം അതെന്തിനാണെന്ന്. നിൻ്റെ അടവൊന്നും നീ ഇങ്ങോട്ടിറക്കണ്ട, അവൾ പറഞ്ഞു. ഇനി ഇവളുടെ അടുത്ത് നിന്നാൽ ശരിയാവില്ല, ഇവളെക്കാളും ഭേദം അവനാ. ഞാൻ നേരെ അകത്തുനിന്ന് പുറത്തേക്ക് പന്തലിലേക്ക് ഇറങ്ങി. എൻ്റെ ഭാഗ്യമൊന്ന് പറയാലോ, ആ കുരുപ്പിനെ അവിടെ ഒന്നും കാണുന്നില്ല, പോയെന്ന് തോന്നുന്നു. ഞാൻ നേരെ അവിടെ നിലത്തിട്ട ഒരു ചെയറിൽ പോയിരുന്നു. എന്തായാലും അനിയത്തിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവളിനി അത് അമ്മയോട് പറയുമോ? ഞാൻ ആകെ വിഷമിച്ചിരുന്നു. അങ്ങനെ കല്യാണമേളയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അമ്മയാണെങ്കിൽ ഫുൾ കലിപ്പ് മോഡ്, അനിയത്തിയാണെങ്കിൽ എന്നെ ആക്കി ചിരിച്ചുകൊണ്ട് നടക്കുന്നു. വീട്ടിലെത്തിയ അമ്മ എന്നോട് മിണ്ടുക പോലും ചെയ്തില്ല. അനിയത്തി ടി വിയിൽ മുഴുകിയിരുന്നു. ബോറടിച്ച് ഞാൻ ബൈക്കെടുത്ത് പുറത്തേക്കിറങ്ങി. എൻ്റെ ലക്ഷ്യം ഞാൻ മറന്നില്ല. ഞാൻ ചെറിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. പക്ഷേ അവിടെ എത്തി ഞാൻ കണ്ടത് വീട് പൂട്ടിക്കിടക്കുകയാണ്. ഇനി ചിലപ്പോൾ ചെറിയമ്മ വന്നു കാണില്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വല്ല കടയിലും കയറി കാണും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി. പിന്നീടുള്ള കറക്കം അവൻ്റെ കൂടെയായിരുന്നു. നടന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞാലോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. പിന്നെ ഞാൻ കരുതി അത് വേണ്ട എന്ന്. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ കയറി. അമ്മ ചോറെല്ലാം വിളമ്പി വെച്ച് പോയി കിടന്നു. അനിയത്തി ഫോണിലും കുത്തി റൂമിൽ കിടക്കുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ, സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി ഒരിക്കലും ഞാൻ മിണ്ടുക പോലും ചെയ്യില്ല. പ്ലീസ് വഴക്ക് മാറ്റ്, ഞാൻ പറഞ്ഞു. ഡാ, നിനക്കറിയാലോ അവൾ ചെയ്തതൊക്കെ. അതൊക്കെ നീ മറന്നോ? ഇപ്പോൾ എല്ലാവരുടെയും ഇടയിൽ അവളോട് കൂട്ടുകൂടാൻ പോയേക്കുന്നു നാണം കെട്ടവൻ, അമ്മ പറഞ്ഞു. അമ്മേ, സോറി, ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയതല്ല. ചെറിയമ്മ ഇങ്ങോട്ട് വന്നതാ. ആര് പറഞ്ഞു? എനിക്കറിയാം നീ അങ്ങോട്ട് പോയതാണെന്ന്. അതെന്ത് കണ്ടിട്ടാണെന്നും എനിക്കറിയാം. എന്തൊക്കെയാ അമ്മേ ഈ പറയുന്നേ? ഞാൻ എന്ത് കൊണ്ടുവന്നാ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഡാ, നീ അധികം കിടന്ന് ഉരുളണ്ട. നിന്നെ ഞാൻ കുറച്ച് ദിവസമായി വാച്ച് ചെയ്യുന്നു. അന്ന് ലീലേൻ്റെ കല്യാണത്തിന് നീ അവളെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അന്ന് തന്നെ എനിക്കറിയാം ഇതൊരു നടക്ക് പോകില്ലെന്ന്. ഓഫ്, എൻ്റെ പൊന്നമ്മേ, അങ്ങനെ ഒന്നുമില്ല. ചെറിയമ്മ പാവ, അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഒന്ന് പോടാ. അവൾ ആരാ മോളെന്ന് എനിക്കല്ലേ അറിയൂ. അവൾ പലതും കാണിച്ച് നിന്നെ വശത്താക്കി കാണും. അത് കണ്ട് മയങ്ങാൻ ഇങ്ങനൊരു പോങ്ങനും, അമ്മ പറഞ്ഞു. ഒന്ന് നിർത്തിക്കേ, ഞാനിനി മിണ്ടാനൊന്നും പോകുന്നില്ല. അമ്മീനെ അതും പറഞ്ഞ് തല്ല് പിടിക്കണ്ട, ഞാൻ പറഞ്ഞു. അവൾക്കറിയാം നിനക്ക് തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണെന്ന്. അതാണ് അവൾ കൂട്ടുകൂടുന്നത്, അമ്മ പറഞ്ഞു. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? ഞാൻ പറന്ന് നടക്കണോ? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. നീ പറന്നൊന്നും നടക്കണ്ട. അവൾക്ക് ഒരു പണി കൊടുക്കണം. അതിന് പറ്റുമോ നിന്നെക്കൊണ്ട്? അമ്മ ചോദിച്ചു. ചെറിയൊരു നെട്ടലോടെ ഞാൻ ചോദിച്ചു, എന്ത് പണി? അവളിനി നമ്മുടെ പിറകെ വരണം. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അവളാണ് തെറ്റുകാരിയെന്ന്. അതിന് പറ്റിയ അവസരമാണ്. അവളെ നീ നിൻ്റെ വലയിലാക്കണം. വലയിലാക്കാനോ? അതെങ്ങനെ? ഞാൻ ചോദിച്ചു. എടാ പൊട്ട, രമേശേട്ടൻ ഇപ്പോൾ നാട്ടിലല്ലോ. പോയിട്ട് 1 വർഷം പോലെ ആയില്ലേ. പൊട്ടിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തതിൻ്റെ കേടാ ഈ കാണിക്കുന്നത്, അമ്മ പറഞ്ഞു. എല്ലാം മനസ്സിലായ ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു, എന്തൊക്കെയാ അമ്മേ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. മോനെ, നീ അധികം വിളച്ചിലെടുക്കണ്ട. എനിക്കറിയാം നിനക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അവളെ നീ നിൻ്റെ വലയിലാക്കണം. എന്നിട്ട് അവളെ നമ്മുടെ പിറകെ വരുത്തണം, അമ്മ പറഞ്ഞു. അമ്മേ, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ചോദിച്ചു. നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? അത് നീ നടത്തണം. പക്ഷേ നമ്മളല്ലാതെ ഒരു കുട്ടി പോലും അതറിയരുത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? നിൻ്റെ അനിയത്തി പോലും ഇതറിയരുതെന്ന്, അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ ഞാൻ ചെയ്യുന്നതിന്? ഞാൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ സമ്മതിച്ചില്ലെങ്കിലും നീ അവളുടെ പിറകെ പോകുമെന്ന് എനിക്കറിയാം. ഇല്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും പോകില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ, ഞാൻ പറഞ്ഞു. നീ എൻ്റെ മോനല്ലേ. നിനക്ക് ഞാൻ അവസരമൊരുക്കി തരാതെ പിന്നെ ആര് തരാനാ, അമ്മ പറഞ്ഞു. എന്താ അവിടെ രണ്ടാളും കൂടി ഒരു ആലോചന? അനിയത്തി അമ്മയുടെ റൂമിലേക്ക് വന്ന് ചോദിച്ചു. നീ എന്നിതിൽ ഇടപെടണ്ട. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. എന്താ അമ്മേ, എന്താ പ്രശ്നം? എന്നോടെന്താ പറയാത്തത്? അനിയത്തി സങ്കടത്തോടെ അമ്മയോട് ചോദിച്ചു. അതൊന്നുമില്ല മോളെ, ഇവനിന്ന് ചെറിയമ്മയുടെ കൂടെ സംസാരിച്ചതിൽ ഞാൻ വഴക്ക് പറഞ്ഞതാ, അമ്മ അവളോട് പറഞ്ഞു. ഓ, അതായിരുന്നോ? എന്നിട്ടെന്തിനാ നിർത്തിയത്? ഇതൊന്നും പോരവന്, ഇനിയും നല്ലോണം കൊടുക്കണം. അവൻ്റെ ഒരു ശത്രു സ്നേഹം, അവൾ അമ്മയോട് പറഞ്ഞു. കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിക്ക്, അമ്മ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ അവളുടെ റൂമിലേക്ക് പോയി. നീയും പോയി കിടന്നുറങ്ങിക്കോ, വേറെ വേണ്ടാത്തരത്തിനൊന്നും നിൽക്കണ്ട, അമ്മ എന്നോട് പറഞ്ഞു.
ഒന്ന് പോവമ്മേ, ഞാൻ അത്രക്കാരനൊന്നും അല്ല, ഞാൻ പറഞ്ഞു. അയ്യോ, ഒന്നും അറിയാത്തൊരു പാവം കുട്ടി വന്നിരിക്കുന്നു, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട നീ, അമ്മ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. അമ്മയുടെ സൈഡിൽ നിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേ അല്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ചെറിയമ്മയുടെ ചിന്തകളായി. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞിരുന്നു കാര്യങ്ങൾ. കണ്ടു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നാലോചിച്ച് ഞാനിന്ന് രാത്രി ഒന്ന് വിട്ടു. ഇനി എന്ത് പ്രശ്നം വന്നാലും അമ്മയുടെ സൈഡിൽ നിന്നും എനിക്കൊരു പ്രശ്നം വരില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അച്ഛൻ അറിഞ്ഞാലും വല്ല പ്രശ്നം ഉണ്ടായാലും അത് അമ്മ നോക്കിക്കോളും. അമ്മയുണ്ടല്ലോ കൂടെ. ആ സമാധാനത്തിലും വിട്ട ക്ഷീണത്തിലും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഡാ, എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. അമ്മ എന്നെ ഉറക്കത്തിൽ നിന്നും തട്ടി വിളിച്ചു. എന്താ അമ്മേ, ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല, ഞാൻ പറഞ്ഞു. മതിയട ഉറങ്ങിയത്, ഇന്നലെ പറഞ്ഞതെല്ലാം നീ മറന്നോ? അമ്മ ചോദിച്ചു. ഇല്ല, മറന്നിട്ടില്ല. എന്തു പറ്റിയതിന്? ഞാൻ അമ്മയോട് ചോദിച്ചു. ഡാ പൊട്ടാ, ഒന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയാൽ മതിയോ? നീ എഴുന്നേറ്റ് ഫ്രഷായിട്ട് വാ, ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞു. എൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ തുള്ളിച്ചാടി. കാരണം സ്വന്തം അമ്മ തന്നെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നു. ഇതിലും വലുത് എന്ത് വേണം ഒരു മകന്? അങ്ങനെ ഞാൻ വേഗം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി വന്നു. അമ്മ എനിക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു വെച്ച് തന്നു. കോളേജിൽ പോകാൻ ഒരുങ്ങിയ അനിയത്തിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കഴിക്കാൻ. എന്താ അമ്മേ, ചേട്ടനെ ഇന്ന് നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്? അനിയത്തി അമ്മയോട് ചോദിച്ചു. അത് അവനിന്ന് എവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നു, അതാ ഞാൻ അവനെ വിളിച്ചത്, അമ്മ പറഞ്ഞു. വല്ല പെമ്പിള്ളാരെയും വായി നോക്കാൻ പോകാനായിരിക്കും. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവനെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ? അനിയത്തി അമ്മയോട് പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കടി, അവനിപ്പോൾ നല്ല കുട്ടിയാ. ഇനി അങ്ങനെയുള്ള പരിപാടിക്കൊന്നും അവൻ പോകില്ല. അവൻ എൻ്റെ മോനാ, അമ്മ അവളോട് പറഞ്ഞു. ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മുതൽ ഒരു മകൻ സ്നേഹം പൊട്ടിമുളച്ചിട്ടുണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ടെല്ലാം, അവൾ പറഞ്ഞു. ഒന്ന് പോടി അവിടെ നിന്ന്, വേഗം കോളേജിൽ പോകാൻ നോക്ക്. ഇവിടെ ഇരുന്ന് വെറുതെ ന്യായം പറയാതെ. ആ, ഞാനിപ്പോൾ പോകും. പക്ഷേ ഒരു നാൾ ഞാൻ കണ്ടുപിടിക്കും അമ്മയുടെയും മകൻ്റെയും കള്ളക്കളികൾ. അതും പറഞ്ഞ് അവൾ കോളേജിലേക്ക് പോയി. ഡാ, നീ എന്നെ നാറ്റിക്കുമോ? എനിക്കൊരു പേടി, അമ്മ എന്നോട് ചോദിച്ചു. ഒന്ന് പോവമ്മേ, അമ്മ പേടിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നാലും നീ ഒന്ന് ശ്രദ്ധിക്കണം. നീ ഒന്നിനും ധൃതി പിടിക്കരുത്. അവൾക്ക് ഒരു സംശയവും പാടില്ല. ഞാനതിൻ്റെ പുറകിലുള്ള കാര്യം അവൾ അറിയാനേ പാടില്ല, അമ്മ പറഞ്ഞു. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട, ഞാനൊരു സംശയവും വരുത്തില്ല, ഞാൻ അമ്മയെ സമാധാനിപ്പിച്ച് പറഞ്ഞു. എന്നാ നീ പോകാൻ നോക്ക്, ഇപ്പോൾ പറ്റിയ സമയമാ, അമ്മ പറഞ്ഞു. ഇപ്പോഴോ? ഈ രാവിലെ തന്നെയോ? ഞാൻ ചോദിച്ചു. അതേടെ പൊട്ട, ഇപ്പോൾ അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ടാവും, അമ്മ പറഞ്ഞു. ഓ, അത് ശരിയാ, എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകാൻ നേരം അമ്മ എന്നോട് ഒന്നുകൂടെ പറഞ്ഞു. ഡാ മോനെ, പോകുന്നതൊക്കെ കൊള്ളാം, പ്ലാനിങ് മറന്ന് ഉള്ളിലൊന്നും പൊട്ടിച്ചിട്ട് വരല്ലേ കേട്ടോ. ഓ, ഒന്ന് പോവമ്മേ, ഈ തള്ളയ്ക്ക് ഒരു നാണോ ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹവും അമ്മയുടെ ആഗ്രഹവും നിറവേറ്റാനുള്ള യാത്ര തുടങ്ങി. ബൈക്കെടുത്ത് ഞാൻ നേരെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ ഞാൻ കണ്ടത് മീൻ വിൽക്കുന്ന മീൻകാരനിക്കയുടെ കയ്യിൽ നിന്നും മീൻ വാങ്ങുന്ന ചെറിയമ്മയാണ്. എന്താണാവോ ഇവർക്ക് ഇത്രമാത്രം സംസാരിക്കാൻ? ഇനി മീൻകാരനിക്ക വല്ലതും വളച്ചോ? ഞാൻ വൈകിപ്പോയോ ഈശ്വര, ഞാൻ മനസ്സിലോർത്തു. ഞാനൊരു മതിലിൻ്റെ മറവിൽ ബൈക്ക് സൈഡാക്കി മീൻവണ്ടി പോകുന്നത് നോക്കി കാത്തു നിന്നു. എന്നാൽ അവിടെ നടന്നത് മീൻകൊട്ടയുടെ അടുത്തേക്ക് പൂച്ചകൾ ഒഴുകി വരുന്ന പോലെ അടുത്തുള്ള വീട്ടിലെ ആൻറ്റിമാർ ഒഴുകി വരുന്നതാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. വെറുതെ അല്ല മീൻകാരനിക്ക ഇത്രയും സുന്ദരനായി വരുന്നത്. അങ്ങനെ അവിടെ കൂടിയ പൂച്ചകളുടെ കൂടെ
ഞാനും വെള്ളമിറക്കി നിന്നു. റോഡിലൂടെ പോകുന്നവരും വരുന്നവരുമെല്ലാം എന്നെ നോട്ടമിടുന്നുണ്ടായിരുന്നു. ഇനിയും ഈ നിൽപ്പ് തുടർന്നാൽ ആളുകൾക്ക് സംശയം വരുമെന്ന് എനിക്ക് മനസ്സിലായി. പതിയെ ഞാൻ അവിടുന്ന് സ്കൂട്ടായി. ഒരു റൗണ്ട് അടിച്ച് ഞാൻ വീണ്ടും വന്ന് നോക്കി. അപ്പോഴേക്കും മീൻകാരൻ പോയി തുടങ്ങിയിരുന്നു. എന്നാൽ ചെറിയമ്മയുടെ അയൽവാസിയായ ബീന ആൻറ്റി ചെറിയമ്മയുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ടായി. ഞാൻ വീണ്ടും നിൽപ്പ് തുടർന്നു. ആർക്കും സംശയമില്ലാതിരിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ആൻറ്റി പോകാൻ തുടങ്ങി. ഞാൻ പതിയെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് നീങ്ങി. ഒരു കൈയിൽ മീൻ കവറുമായി ചെറിയമ്മ വീട്ടിലേക്ക് നടക്കുന്നു. ഞാൻ ചെറിയമ്മയുടെ വീടിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി ഒന്ന് ഹോൺ അടിച്ചു. ഹോണിൻ്റെ സൗണ്ട് കേട്ട് ചെറിയമ്മ തിരിഞ്ഞു നോക്കി. ആ രഞ്ജിത്തെ, എവിടെ പോന്നു നീ? ചെറിയമ്മ എന്നോട് ചോദിച്ചു. എവിടെ പോകാൻ, ഞാൻ ചുമ്മാ ചെറിയമ്മയെ കാണാൻ ഇറങ്ങിയതാ, ഞാൻ പറഞ്ഞു. എന്നെ കാണാനോ? എന്താടാ, എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ചെറിയമ്മയെ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. ഓ അങ്ങനെ, വിചാരമൊക്കെ കൊള്ളാം. പക്ഷേ അമ്മ അറിയണ്ട കേട്ടോ. അയ്യോ, അമ്മയൊന്നും അറിയല്ലേ. ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ആണോ? എന്നാ വാ, ഇങ്ങനെ മുറ്റത്ത് നിൽക്കണ്ട. ആരെങ്കിലും കണ്ടാൽ അമ്മയോട് പറയും. ചെറിയമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ചെറിയമ്മയുടെ കൂടെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് കയറി. ഇരിക്കടാ, നീ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. അയ്യോ ചെറിയമ്മേ, ചായയൊന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഉണ്ടായാൽ പിന്നെ എൻ്റെ കൈകൊണ്ട് നീ ഒന്നും കുടിച്ചിട്ടില്ല. ഇന്ന് വല്ലതും കഴിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ വിടൂ. എന്നാൽ പിന്നെ ചെറിയമ്മയുടെ ഇഷ്ടം. പിന്നെ കടിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചായ മാത്രം മതി. ചെറു ചിരിയോടെ ഞാൻ പറഞ്ഞു. ആ നീ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് കയ്യിലെ മീൻ പൊതിയുമായി ചെറിയമ്മ വീടിൻ്റെ അകത്തേക്ക് പോയി. ആ പോക്ക് ഒരൊന്നൊന്നര പോക്കായിപ്പോയി. രാവിലെ ആയതുകൊണ്ടായിരിക്കും ഉള്ളിൽ ഒന്നുമില്ലാത്തതിൻ്റെ കുലുക്കം തുളുമ്പിച്ചാടുന്നുണ്ട്. അമ്മയുടെ വാക്ക് മനസ്സിൽ കരുതി ഞാൻ ഇരിപ്പുറപ്പിച്ചു. ധൃതിയിൽ പിടിച്ചാൽ എല്ലാം കയ്യിൽ നിന്നും പോയാലോ. അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എൻ്റെ കഷ്ടകാലമെന്ന് പറയാലോ. ദാ വരുന്നു ചെറിയച്ഛൻ്റെ ഫ്രണ്ട് മോഹൻ. ആളൊരു കോൺട്രാക്ടറാണ്. എന്നെ നല്ലതുപോലെ അറിയാം മൂപ്പർക്ക്. എൻ്റെ വീടിൻ്റെ പണിയെല്ലാം ഈ മോഹനേട്ടനാണ് ചെയ്തത്. എന്താടാ രഞ്ജിത്തെ, നീ ഇവിടെ? വീട് മാറി വന്നതാണോ? എന്നെ കളിയാക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ചോദിക്കാൻ കാരണവുമുണ്ട്. അയാൾക്കറിയാം ഞങ്ങൾ രണ്ട് കുടുംബക്കാരും വഴക്കിലാണെന്ന്. ഏയ് ഒന്നുമില്ല മോഹനേട്ടാ, ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോൾ വെറുതെ കയറിയതാ, ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത ചെയറിൽ അയാളും വന്നിരുന്നു. പിന്നെ ഓരോരോ സംസാരങ്ങളായി ഞങ്ങൾ. അതിനിടയിൽ ചായയുമായി ചെറിയമ്മ വന്നു. ആ ഇതാരാ, മോഹനോ? എപ്പോൾ വന്നു? ചെറിയമ്മ ചോദിച്ചു. ഞാനിതാ ഇപ്പോൾ വന്നതേ ഉള്ളൂ, എനിക്കില്ലേ ചായ? മോഹനേട്ടൻ ചെറിയമ്മയോട് ചോദിച്ചു. ആ നീ ഇരിക്ക്, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ചെറിയമ്മ ചായ എടുക്കാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വലുത് നടക്കണമെങ്കിൽ തന്നെ ഇയാൾ പോകണം. ഇയാളെ ഇനി എങ്ങനെ പറഞ്ഞു വിടും? ഞാൻ തല പുകഞ്ഞാലോചിച്ചു. അതിനിടയിൽ ചെറിയമ്മ അടുത്ത ചായയുമായി വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഗ്ലാസ്സിലെ ചായ കുടിച്ച് തീർത്ത് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വലഞ്ഞു. അവരാണെങ്കിൽ സംസാരം നിർത്തുന്നുമില്ല. പെട്ടെന്നാണ് ഞാൻ ആ സംസാരത്തിൻ്റെ മറ്റൊരു വശം കണ്ടത്. 2 പേരുടെയും സംസാരത്തിലും നോട്ടത്തിലും വേറെ ചില ഭാവങ്ങൾ നിറഞ്ഞൊഴുകുന്നു. ചില സമയം അവർ എന്നെ തന്നെ മറന്നു പോകുന്നുണ്ടായിരുന്നു. കൂടുതൽ വൈകാതെ എനിക്ക് മനസ്സിലായി ഞാനിവിടെ ഒരു അധികപ്പെറ്റാണെന്ന്. വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. കാരണം ആ മാമ്പഴങ്ങളെല്ലാം ആമ്പിള്ളേർ നേരത്തെ കൊത്തി തിന്നു തുടങ്ങിയിരിക്കുന്നു. മാവിൻ്റെ ഉടമയ്ക്ക് കിട്ടിയില്ലെങ്കിലും മാവിൻ്റെ ബന്ധുക്കൾക്കെങ്കിലും കിട്ടണ്ടേ? ഞാനാകെ മൂഡൗട്ടായി ഇരുന്നു. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ ഇവിടെ നിന്ന് പോകില്ലെന്നും അവൻ ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും. ഞാനിനി
അവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ പതിയെ എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് മടങ്ങി. ഞാൻ മടങ്ങുന്നത് കണ്ട് രണ്ടുപേരുടെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ടായി. അവർ എന്തിനു വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. മുറ്റത്തേക്കിറങ്ങി ഞാൻ ചെരുപ്പെടുത്തിട്ട് നിരീക്ഷണത്തോടെ മുന്നോട്ട് നടന്നു. ഞാൻ റോഡിലെത്തി ബൈക്കിൽ കയറിയതും സിറ്റ് ഔട്ടിലിരുന്ന രണ്ടുപേരെയും കാണാതെയായി. സംഭവം അത് തന്നെ. എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ബൈക്ക് അവിടെ തന്നെ ഇട്ട് ഞാൻ പതിയെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് നടന്നു. ചുറ്റിലും മതിലായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. വീടിൻ്റെ സൈഡിലുള്ള ചെടികൾക്കിടയിലൂടെ ഞാൻ പതുങ്ങി നടന്നു. വീടിൻ്റെ ഒരു വശത്തെത്തിയ ഞാൻ അവിടെ ഒരു ജനവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. ആ ജനവാതിൽ ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് നടന്നു. പതിയെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. ബെഡിൽ കുറേ ബുക്കുകളും ഡ്രസ്സുകളും പരതി കിടക്കുന്നു. അല്ലാതെ അവരെ അവിടെ കണ്ടില്ല. ഞാൻ പതിയെ വീടിൻ്റെ പുറകിലേക്ക് നടന്നു. പെട്ടെന്ന് അവിടെ എന്തോ സംസാരം കേട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. പതിയെ കിച്ചണെന്ന് തോന്നിക്കുന്ന ആ റൂമിൻ്റെ ജനലിൻ്റെ അടുത്തേക്ക് എത്തി. എന്താടി ആ ചെക്കനൊരു കറക്കം ഇവിടെ? ചെറിയമ്മയോട് അയാൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. ആ എനിക്കറിയില്ല, അവനൊരു പാവ. അവൻ്റെ അമ്മയുടെ കുശുമ്പൊന്നും അവനില്ല. പിന്നെ എന്നെ കണ്ടാൽ ആരാ വീഴാത്തത്? ചെറിയമ്മ അയാളോട് പറഞ്ഞു. അത് ശരിയാ, തേനുള്ളിടത്തെ തേനീച്ച വരൂ തേൻ കുടിക്കാൻ. അതിനെന്താടാ, അവനും കുറച്ച് തേൻ കുടിക്കട്ടെ, നീയും കുറെ കുടിച്ചതല്ലേ, ചെറിയമ്മ പറഞ്ഞു. മോളെ, അത് നല്ല ഇളം തേനീച്ചയാ, നിന്റെ ആട്ടം പൂട്ടും, വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട നീ, അയാൾ പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ, അതാലോചിച്ച് നീ തല പുണ്ണാക്കണ്ട, ചെറിയമ്മ അയാളോട് പറഞ്ഞു. ഓ ഞാനൊന്നും പറയുന്നില്ല, നീ ആ തീ ഓഫാക്കി ഇങ്ങ് വന്നേ, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, അയാൾ കുറച്ച് കലിപ്പോടെ പറഞ്ഞു. ഓ ദാ വരുന്നു, ചൂടാവല്ലേ, ഇതൊന്നും ആയിക്കോട്ടെ, ചെറിയമ്മ പറഞ്ഞു. എന്തായാലും എൻ്റെ വരവിൻ്റെ ഉദ്ദേശമെല്ലാം ചെറിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവൻ കയറി എല്ലാം നശിപ്പിച്ചു. ഒട്ടും വൈകാതെ തന്നെ അടുക്കളയിൽ നിന്നും പല ശബ്ദങ്ങളും ഉയരാൻ തുടങ്ങി. സംഗതി ആരംഭിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിൽ ദേഷ്യവും പകയും നിറഞ്ഞു. ഞാൻ ആലോചിച്ചു, അമ്മയോട് ഈ കാര്യം പോയി പറഞ്ഞ് ചെറിയമ്മയെ നാറ്റിച്ചാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, അങ്ങനെ നടന്നാൽ എൻ്റെ കാര്യം നടക്കില്ലല്ലോ, അമ്മയുടെ ആഗ്രഹം മാത്രമല്ലേ നടക്കത്തുള്ളൂ. എന്തായാലും ആരെങ്കിലും കയറി ഇറങ്ങട്ടെ, എനിക്കും ഒന്ന് ഓടിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ചെടികൾക്കിടയിൽ കൂടി ഒളിഞ്ഞിരുന്നു. സമയം കുറച്ച് കടന്നുപോയി. അവരെ പുറത്തേക്ക് കണ്ടില്ല. എന്തായാലും മോഹനേട്ടൻ ഞാൻ വിചാരിച്ച പോലെയല്ല, ഇരുമ്പ് ശക്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരം കൂടി ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ. ദേ പെയ്യുന്നു മഴ. പൊടിഞ്ഞു വന്ന മഴ പതിയെ കനക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ മോഹനേട്ടൻ ഇറങ്ങാൻ വൈകും. ഞാനാണെങ്കിൽ പെട്ടും പോയി. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് അവർ കാര്യപരിപാടികൾ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. മഴ കാരണം മോഹനേട്ടൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. അതെ, ഈ മഴയത്ത് ഇങ്ങനെ ഇരിക്കണ്ട, ആരെങ്കിലും വല്ലതും പറഞ്ഞുണ്ടാക്കും. ചെറിയമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. പിന്നെ ചെറിയമ്മ വന്നത് ഒരു കുടയുമായിട്ടാണ്. കയ്യിൽ കൊണ്ടുവന്ന കുട ചെറിയമ്മ മോഹനേട്ടന് നൽകി. മോഹനേട്ടൻ ആ കുടയുമായി യാത്ര തിരിച്ചു. അങ്ങനെ അയാൾ പോയതിനു ശേഷം ചെറിയമ്മ കഥ കടക്കാൻ ഒരുങ്ങി. അപ്പോഴേക്കും ഞാൻ ചെറിയമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡാ, നീ പോയില്ലായിരുന്നോ? ആകെ മഴ നനഞ്ഞല്ലോ, എന്നെ കണ്ട് ചെറിയമ്മ ചോദിച്ചു. ഇല്ല, ഞാൻ പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. അത് കേട്ട് ചെറിയമ്മ ആകെ വിറച്ചു നിന്നു. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ, ഞാൻ ചെറിയമ്മയെ സമാധാനിപ്പിച്ചു. കൂടെ എനിക്ക് വേണ്ടി ഒരു വഴിയും ഒരുക്കി. ഡാ പ്ലീസ്, നീ ആരോടും പറയരുത്, അറിയാതെ സംഭവിച്ചു പോയതാ. എനിക്കറിയാം ചെറിയമ്മേ, ചെറിയമ്മ പേടിക്കണ്ട. നീയാകെ നനഞ്ഞിട്ടുണ്ടല്ലോ, അകത്തേക്ക് വാ, ഞാൻ തല തുടച്ചു തരാം,
ചെറു പുഞ്ചിരിയോടെ ചെറിയമ്മ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി. ഒരു തോർത്തുമുണ്ട് കൊണ്ടുവന്ന് ചെറിയമ്മ എൻ്റെ തല തുടച്ചു തരാൻ തുടങ്ങി. ഒരു ഫോർമാലിറ്റിക്ക് ഞാൻ പറഞ്ഞു, വേണ്ട ചെറിയമ്മേ, ഞാൻ തുടച്ചോളാം. വേണ്ടടാ, ഞാൻ തുടച്ചു തരാം, തലയിൽ നല്ല വെള്ളമുണ്ട്. അല്ല, കുറേ നേരമായോ മഴ തുടങ്ങിയിട്ട്? ചെറിയമ്മ ചോദിച്ചു. ഏയ് ഇല്ല, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. ആണോ? ഞാൻ അറിഞ്ഞില്ല, ചെറിയമ്മ പറഞ്ഞു. എങ്ങനെ അറിയാനാ, ആ സമയം വേറെ ലോകത്തായിരുന്നല്ലോ. ഞാൻ ചെറിയമ്മയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്, വേറെ ലോകത്താണ് പോലും. അങ്ങനെയൊന്നും ഇല്ലടാ. മോഹൻ അവൻ്റെ കാര്യം കഴിഞ്ഞ് അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ചെറിയമ്മ ചെറിയ സങ്കടത്തോടെ പറഞ്ഞു. ഇനിയും പോകാലോ വേറെ ലോകത്തേക്ക്. ഞാനൊന്ന് തട്ടിവിട്ടു. ഡാ, നിനക്ക് പനി വല്ലതും പിടിക്കും. ഇങ്ങനെ നനഞ്ഞ വസ്ത്രമിട്ടാൽ നീ അതൊക്കെ ഒന്ന് മാറ്റി ഉണക്ക്, എന്നിട്ട് പോയാൽ മതി. നനഞ്ഞ് വീട്ടിൽ ചെന്നാൽ അമ്മ നിന്നെ വലിച്ചൊട്ടിക്കും, ചെറിയമ്മ പറഞ്ഞു. അങ്ങനെ ആ സമയം ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങി. മഴ നനഞ്ഞ് തണുത്തു നിന്ന ഞാൻ അത് ഒരാഘോഷമാക്കി. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാനങ്ങ് പാലിച്ചു, കൂടെ എൻ്റെ ആഗ്രഹവും. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.